1500കളുടെ തുടക്കത്തിൽ ഇന്ത്യയിലുള്ള പൊളിറ്റിക്കൽ ഡൈനാസ്റ്റീസ് ഏതൊക്കെയാണ്? ഓ, വിജയനഗര. പിന്നെ 1500കളിലോ ബാമിനി എംപയർ ആ സമയമാകുമ്പോൾ ഒരു തീരുമാനമായിട്ടില്ലേ? 1565 ആണെന്ന് തോന്നുന്നു. ആ കറക്റ്റ് വർഷം എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഈ വിജയനഗര എംപയറിനെ ബാക്കിയുള്ള 4-5 പേര് കൂടി ചേർത്തിട്ട് പരാജയപ്പെടുത്തുന്നത്. അപ്പൊ ബാമിനി എംപയർ ഡിസിന്റിഗ്രേഷൻ ആയിട്ട് ഇവിടെ 4-5 എംപയേഴ്സ് ഉണ്ടായിരുന്നു. അതിന്റെ പേരിലൊക്കെയാണ് അഹമ്മദ് നഗർ, ഗോൾക്കൊണ്ട, ബീജാപൂർ, ബീദാറ്, പേരാണ്. അതല്ലാതെ ഈ സൈഡിലായിട്ട് ആരുടെ എമർജൻസി നടക്കുന്നുണ്ട്? പോർച്ചുഗീസ്. ഈ മഹാരാഷ്ട്ര റീജിയനിലായിട്ട് മറാഠാസ്, ഗുജറാത്തിന്റെ സൈഡിലായിട്ട് ബഹദൂർ ഷാ. ഇതിൽ നിന്ന് ഏതെങ്കിലും ചോദ്യം കഴിഞ്ഞ വർഷത്തെ ഡയറക്റ്റ്ലി അല്ല, പക്ഷെ പൊളിറ്റിക്കൽ മാപ്പ് അറിയാന്നുണ്ടെങ്കിൽ നമുക്കതിന് ഉത്തരം പറയാൻ പറ്റുമോ? എല്ലാ ചോദ്യങ്ങളും ഫാക്ച്വലി പഠിച്ചു പോയി ആ ഓർമ്മയോട് കൂടി ചെയ്യാനൊന്നും പറ്റില്ല. കുറെ ചോദ്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് അറിയാവുന്ന നോളജ് വെച്ചിട്ട് നമ്മൾ ആ ഉത്തരത്തിലോട്ട് എത്തിച്ചേരുന്നതാണ്. ഈ ഒരു മാപ്പ് കണ്ടിട്ട് കഴിഞ്ഞ വർഷത്തെ പ്രിലിംസിൽ ഒരു ചോദ്യം നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ല? പോർച്ചുഗീസ് ആരുടെ കയ്യിൽ നിന്നാണ് ദമൻ ദിയു എന്ന് പറയുന്ന 2 സ്ഥലങ്ങൾ കീഴടക്കുന്നത്? ബഹദൂർ ഷാ അടുത്താണ്. നമുക്കറിയാം ദമൻ ദിയു എന്നൊക്കെ പറയുന്നത് ഗുജറാത്തിന്റെ ഭാഗത്തായിട്ട് വരുന്നതല്ലേ. സ്വാഭാവികമായിട്ട് പോർച്ചുഗീസുകാർ കീഴടക്കാൻ സാധ്യത ഉള്ളത് എവിടുന്ന? അവരുടെ കയ്യിൽ നിന്ന്. പോർച്ചുഗീസുകാർ ഗോവ കീഴടക്കിയത് ആരുടെ കയ്യിൽ നിന്നാണ്? ബീജാപ്പൂർ. നമ്മൾ ഈ പൊളിറ്റിക്കൽ മാപ്പ് അറിയാന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ചോദ്യങ്ങൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഈ പ്രാവശ്യത്തെ പ്രിലിംസ് നിങ്ങളൊന്ന് എഴുതി വെക്കണേ. പൊളിറ്റിക്കൽ ക്രോണോളജി ഇന്ത്യയുടെ ഹിസ്റ്ററിയുടെ ഒരു സൈഡ് മുതൽ ഈ 1800 വരെയുള്ള കംപ്ലീറ്റ് പൊളിറ്റിക്കൽ ക്രോണോളജി ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കണേ. അത് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളുടെ എണ്ണം കുറവൊന്നുമല്ല. ഭയങ്കര ഫാക്ച്വൽ ആണ്, പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, താല്പര്യം തോന്നൂല, പക്ഷെ പഠിക്കാതെ വേറെ ഒരു നിവൃത്തിയില്ല. ഈ മാപ്പ് ഒന്ന് വരച്ചെടുക്കണേ. 1500കളിലുള്ള ഇന്ത്യയുടെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഇതാണ്. ഇത് ഈ ഒരു സ്ലൈഡിൽ നിന്ന് ഈ പ്രാവശ്യം എന്തെങ്കിലും ചോദ്യം വരുവേ. ഞാനിപ്പോ പറഞ്ഞ രൂപത്തിലൊന്നും ആകണമെന്നില്ല, പക്ഷെ വളരെ കൃത്യമായിട്ട് ഈ പൊളിറ്റിക്കൽ മാപ്പ് അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമെങ്കിലും ഈ പ്രാവശ്യം വരും എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. ഒരു ട്രെൻഡാണ് റിപ്പീറ്റിംഗ്, വരാൻ തന്നെയാണ് സാധ്യത. അപ്പൊ നമ്മൾ പൊളിറ്റിക്കൽ കണ്ടീഷൻ ഓഫ് ഇന്ത്യയുടെ 18th സെഞ്ചുറി നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ലോധി ഡൈനാസ്റ്റി ആണ് വിത്ത് ഇബ്രാഹിം ലോധി റൂളിംഗ് അറൗണ്ട് ഡൽഹി. പക്ഷെ അദ്ദേഹത്തിന്റെ പവർ എന്ന് പറയുന്നത് വളരെ കുറവാണ്. പിന്നെ രാജ്പുട്ടിന്റെ അവിടെ ലീഡ് ചെയ്യുന്നത് അവിടുത്തെ മെയിൻ റൂളർ എന്ന് പറയുന്നത് റാണ സഞ്ജയാണ്. അഫ്ഗാനികൾ എന്ന് പറയുമ്പോഴേക്കും ലോധി എംപയറിന്റെ കീഴിൽ വരുന്ന ആളുകളാണ്, ലോധീസ് അഫ്ഗാനികളാണല്ലോ. അവരാണ് യു.പിയും ബീഹാറും ഭരിക്കുന്നത്. ബട്ട് ഓൾമോസ്റ്റ് ഇൻ ആൻ ഇൻഡിപെൻഡന്റ് വേ, ഇബ്രാഹിം ലോധിയുടെ കീഴിലായിട്ടല്ല. പിന്നെ ദൗലത് ഖാൻ ലോധിയാണ് ലാഹോർ ഭരിക്കുന്നത്. ഇവിടെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതായത് ഈ ഇബ്രാഹിം ലോധി കുറച്ചും കൂടി സെൻട്രലൈസേഷന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം അഫ്ഗാനികളോടും ഈ ദൗലത് ഖാൻ ലോധിയോടും കൃത്യമായിട്ട് റവന്യൂ പേ ചെയ്യാൻ പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കളക്ട് ചെയ്യുന്ന റവന്യൂ ഡൽഹിയിലോട്ട് അയച്ചു തരാൻ പറയുന്നുണ്ട്. ഇതാണ് ഇവർക്കിടയിൽ ഒരു ഡിസ്കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അവരുടെ ഇൻഡിപെൻഡൻസിനെ ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ റവന്യൂ വേണമെന്ന് പറഞ്ഞതാണ് ഇവർക്കൊരു സങ്കടമായിട്ട് മാറുന്നത്. രാജ്പുട്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രശ്നമായിട്ട് മാറുന്നത് 1524 നടക്കുന്ന ഒരു യുദ്ധമാണ്. ആ യുദ്ധത്തിന്റെ പേരാണ് ബാറ്റിൽ ഓഫ് കട്ടോളി. ഈ ബാറ്റിൽ ഓഫ് കട്ടോളി നടക്കുന്നത് റാണ സഞ്ജയും ഇബ്രാഹിം ലോധിയും തമ്മിലാണ്. അതിൽ ഇബ്രാഹിം ലോധി വിജയിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇബ്രാഹിം ലോധിയുടെ ഭരണത്തിൽ ഡിസ്കണ്ടന്റഡ് ആയിട്ടുള്ള കുറെ ആളുകളാണ് ഇന്ത്യയിലുള്ളത്. അഫ്ഗാനികൾ അവർക്ക് താല്പര്യമില്ല, ദൗലത് ഖാൻ ലോധിക്ക് താല്പര്യമില്ല, രാജ്പുട്സ് ലെഡ് ബൈ റാണ സംഘക്ക് താല്പര്യമില്ല. കാര്യം ഇബ്രാഹിം ലോധി അവരെ പരാജയം. ഈ ഒരു സിറ്റുവേഷനിലാണ് ശരിക്കും ബാബർ പുറത്തുനിന്നുള്ള ഇൻവേഷൻ ആയിട്ട് ഇന്ത്യയിലോട്ട് വരുന്നത്. ഇനി അടുത്തത് ബാബർ.
ബാബർ ഇന്ത്യയിലോട്ട് വരാനുള്ള ഒരു കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ബാബറിന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കാമേ. ഈ അഫ്ഗാനിസ്ഥാൻ മുതൽ മേലേലോട്ടുള്ള ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, ഇതൊരു നമ്മുടെ സെൻട്രൽ ഏഷ്യയാണ് അറിയിക്കുന്നത്. നിങ്ങൾ IR പഠിച്ച സമയത്ത് നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമായിരിക്കും സെൻട്രൽ ഏഷ്യ. അഫ്ഗാനിസ്ഥാനെയും സെൻട്രൽ ഏഷ്യയുടെ ഭാഗത്ത് പെടുത്താമെന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പൊ തുർക്ക്മെനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നൊക്കെ അവരെല്ലാവരും സെൻട്രൽ ഏഷ്യയിലുള്ള ആളുകളാണ്. എന്തുകൊണ്ടെല്ലാം ഈ സ്ഥാൻ പറഞ്ഞ കഷ്ടത്ത് ഒരു പേര് വന്നേക്കുന്നത്? ഇതെല്ലാം റൈസാണ്. ഉസ്ബെക്ക് റൈസ്, കസാക്ക് റൈസ്, ടർക്സ്, അഫ്ഗാൻസ്, താജിക്സ്, കിർഗിർ, എല്ലാവരും ഓരോ റേഷ്യൽ ഗ്രൂപ്പുകളാണ്. അവർക്ക് എല്ലാവർക്കുമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടേക്കുന്ന രാഷ്ട്രങ്ങളായതുകൊണ്ടാണ് റേഷ്യൽ ബേസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളാണ് ഇതെല്ലാം തന്നെ. ഈ ഭാഗം എന്ന് പറയുന്നത് വളരെ ട്രൈബൽ ആണ്. കാര്യം ഓരോരോ റേസും ഒരു ട്രൈബൽ രൂപത്തിലാണ് ജീവിക്കുന്നത്. ജോഗ്രഫിക്കലി നോക്കിക്കഴിഞ്ഞാൽ വളരെ കോംപ്ലക്സുമാണ്. ഇപ്പൊ ട്രൈബൽ ആയിട്ടുള്ള ജീവിത രീതി, ജോഗ്രഫിക്കൽ കോംപ്ലക്സിറ്റി, ഈ ഭാഗത്ത് നിന്ന് ഓരോരോ റോളേഴ്സ് എമർജ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എമർജ് ചെയ്തേക്കുന്ന വലിയ റൂളേഴ്സ് എന്ന് പറയുന്നത് ലോകം മൊത്തം കീഴടക്കിയിട്ട് നിർത്തിയിട്ടുള്ളൂ. രണ്ടാളുകളുടെ പേര് പറയാമോ? ചെങ്കിസ്, പിന്നെയോ ഒരാളും കൂടി, തിമൂർ. ഈ രണ്ടാളുകളും ഈ സെൻട്രൽ ഏഷ്യയിൽ നിന്ന് ഇറക്റ്റ് ചെയ്തിട്ട് ലോകത്തിന്റെ തന്നെ ശാപമാണെന്നാണ് പറയുന്നത്. അവരെവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെ എല്ലാം ബ്ലഡ് ഫ്ലോ ആയിരുന്നു. പുല്ല് പോലും മുളച്ചിട്ടില്ല എന്നൊക്കെയാണ് കുറച്ചും കൂടി എക്സാഗ്രേറ്റ് ചെയ്ത ആളുകൾ പറയാറുള്ളത്. അത്രമാത്രം ബ്രൂട്ടൽ ആയിട്ടുള്ള ബാർബേറിക് ആയിട്ടുള്ള ഇൻവേഷൻസ് ആണ് ഈ രണ്ടാളുകളും നടത്തിയത്. തൈമൂർ ഇന്ത്യയിലോട്ട് വരുന്ന സമയത്ത് ബാറ്റിൽ ഓഫ് ഡൽഹി എന്ന് പറയുന്ന ഒരു ബാറ്റിൽ ഉണ്ടാവുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന്റെ കയ്യിൽ വരുന്ന 1,00,000 മേലെ അടിമകൾ അദ്ദേഹം എന്ത് ചെയ്യാണ്, സ്ലേവ്സ് ആയിട്ട് പോലും വെക്കുന്നില്ല, എല്ലാ ആളുകളെയും ഡൽഹിയിൽ വെച്ചിട്ട് കശാപ്പ് ചെയ്തിട്ടാ പോകും. അതായത് അത്ര അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. ഇന്നും സെൻട്രൽ ഏഷ്യ എന്ന് പറയുന്നത് നമ്മൾ ലോകത്തിന്റെ മൊത്തത്തില് ഒരു സിവിലൈസ്ഡ് സ്റ്റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് അൺസിവിലൈസ്ഡ് ആയിട്ടാണ് പൊതുവെ പറയാറുള്ളത്. അപ്പം ഇവിടെ നിന്നുള്ള രണ്ടാളുകളാണ് ചെങ്കിസ് ഖാനും തൈമൂറും. ഈ ചെങ്കിസ് ഖാൻ എന്ന് പറയുന്നത് മംഗോൾ റൈസിൽപ്പെട്ട ആളാണ്. തൈമൂർ ടർക്കിഷ് റൈസിൽപ്പെട്ട ആളാണ്. ഈ രണ്ടാളുകളുടെയും പിന്മുറക്കാരനായിട്ടാണ് ബാബർ ജനിക്കുന്നത്. ബാബറിന്റെ അച്ഛന്റെ പാരമ്പര്യം നോക്കിക്കഴിഞ്ഞാൽ തൈമൂറിൽ നിന്നും, അമ്മയുടെ നോക്കിക്കഴിഞ്ഞാല് ചെങ്കിസ് ഖാനിൽ നിന്നുമാണ്. നല്ല ജനനം അല്ലെ, വളരെ സിവിലൈസ്ഡ് ആയിട്ടുള്ള ജനം. ഇയാളൊന്നും പിന്നെ ജനിച്ചു കഴിഞ്ഞാൽ എന്താ കാണിക്കാൻ പോകുന്നതിനുള്ളതിനെ പറ്റി നമുക്ക് ഏറെക്കുറെ ഒരു ധാരണ കിട്ടുമല്ലോ. അപ്പം ബാബർ എന്ന് പറയുന്നത് ഹി വാസ് എ ഡിസെൻഡന്റ് ഓഫ് തിമൂർ ആൻഡ് ചെങ്കിസ് ഖാൻ. ചെങ്കിസ് ഖാന്റെയും തിമൂറിന്റെയും പരമ്പരയിലാണ് ബാബറിന്റെ ജനനം ഉണ്ടാവുന്നത്. ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ബാബർ ഇന്ത്യയിലോട്ട് വരുന്നു, എന്താണ് അദ്ദേഹത്തിന് ഇന്ത്യയിലോട്ട് വരാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ? അത് സെൻട്രൽ ഏഷ്യയിൽ ഉണ്ടാകുന്ന കുറച്ച് ഡെവലപ്മെന്റുകളാണ്. സെൻട്രൽ ഏഷ്യയിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു രാജ്യം, ആ രാജ്യത്തിന്റെ രാജാവ് എങ്ങാനും മരിച്ചു പോയി കഴിഞ്ഞാല് ഇന്ത്യയിൽ എന്താ ചെയ്യുക? രാജാവ് മരിച്ചു, ആ രാജ്യം ആർക്കാ കിട്ടുക? മക്കൾക്ക്, എല്ലാ മക്കൾക്കും കൊടുക്കും. മൂത്ത മോനെ കൊടുക്കുക, ദുര്യോധനനോ യുധിഷ്ഠിരനോ ഒക്കെയാണ് കൊടുക്കുക. എന്തുകൊണ്ടാണ്? പ്രൈമോഗനിച്ചത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. രാജ്യത്തിന്റെ അധികാരം എപ്പോഴും മൂത്ത മോനാണ് കൊടുക്കേണ്ടത്. പക്ഷെ സെൻട്രൽ ഏഷ്യയിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. സെൻട്രൽ ഏഷ്യയിൽ പാർട്ടീഷനിങ് ഓഫ് ദി എംപയർ ആണ്. അതായത് രാജാവിന് 4 മക്കളാണെങ്കിൽ 4 പേർക്കായിട്ട് കൊടുക്കും. ഇനി ഓരോ ആളുകൾക്ക് 4 പേരുണ്ടെങ്കിൽ വീണ്ടും 4 ആയിട്ട് വായിക്കപ്പെടും. അതുകൊണ്ടാണ് ഈ തിമൂറിന്റെ വംശത്തിൽപ്പെട്ട ആളുകൾക്കും മംഗോളിന്റെ വംശത്തിൽപ്പെട്ട ആളുകൾക്കും ലോങ് ടൈം ഒരു ഡൈനാസ്റ്റിസ് ഉണ്ടാക്കാൻ പറ്റാതെ. കാരണം ഇത്രയും അധികം കുഞ്ഞു കുഞ്ഞു എംപയേഴ്സ് ആയിട്ട് ഓവർ എ പീരീഡ് ഓഫ് ടൈമിൽ ഫോം ചെയ്യും. ഇങ്ങനെയാണ് ബാബർ എന്ത് ചെയ്യുന്നത്? ഉസ്ബെക്കിസ്ഥാനിൽ സമർക്കണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ബാബർ ഭരിക്കുന്നു. സമർക്കണ്ടിന് കുറെ പ്രത്യേകത ഉണ്ട്. സമർക്കണ്ട് എന്ന് പറയുന്നത് പണ്ടത്തെ തിമൂറിന്റെ ക്യാപിറ്റലാണ്. അതുകൊണ്ട് പൊളിറ്റിക്കൽ ലെജിറ്റിമസി ഒക്കെ ഉണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയും അധികം ആളുകൾ ചുറ്റും ഉള്ളത് കൊണ്ട് തന്നെ പൊളിറ്റിക്കൽ കോൺഫ്ലിക്ട്സ് കൂടും. ഇവരെ അറ്റാക്ക് ചെയ്യും, 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 ഇവരെ അറ്റാക്ക് ചെയ്യും. മനസ്സിലായില്ലേ? UP സ്കൂളിൽ ഉച്ചക്കല് കൊണ്ടുപോകുന്ന രീതിയാണ്. എപ്പോ വേണമെങ്കിലും അറ്റാക്ക് ഉണ്ടാകും. ഒരു അവീര് പരുവത്തിലാണ് ഉണ്ടാകുന്നത്. പൊളിറ്റിക്കൽ കോൺഫ്ലിക്ട്സിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകൾ, മംഗോൾസ് ആയിക്കോട്ടെ, ഉസ്ബെക്ക് ആയിക്കോട്ടെ, സ്വന്തം കുടുംബത്തിൽപ്പെട്ട തിമൂരിദുകളായിക്കോട്ടെ, എല്ലാ ആളുകളുടെ കയ്യിൽ നിന്നും അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതിൽ ഉസ്ബെക്ക് വംശത്തിൽപ്പെട്ട
ഷെയ്ബാനി ഖാൻ എന്ന് പറയുന്ന ഒരു രാജാവ് പരാജയപ്പെടുത്തിയിട്ടാണ് ബാബർ എന്ത് ചെയ്യുന്നത്? നിക്കക്കള്ളി ഇല്ലാതെ ഇവിടെ തോടി അഫ്ഗാനിസ്ഥാനിൽ വന്നത്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പതിയെ പതിയെ ഇന്ത്യയിലോട്ട് വരുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ ബാബർ ഇന്ത്യയിലോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഒന്ന്, അദ്ദേഹം തിമൂറിന്റെയും ചെങ്കിസ് ഖാന്റെയും പരമ്പരയിൽപ്പെട്ടതാണ്. അദ്ദേഹം സമർക്കണ്ട് എന്ന് പറയുന്ന തിമൂറിന്റെ ക്യാപിറ്റൽ ഭരിക്കുമായിരുന്നു. പക്ഷെ തിമൂരികൾക്കൊരു ട്രഡീഷൻ ഉണ്ട്, പാരമ്പര്യം ഉണ്ട്. രാജാവ് മരിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് അത് വേർതിരിച്ചു കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കുറെ കുഞ്ഞു കുഞ്ഞു റീജിയണൽ പെറ്റിയും പ്രിൻസിപ്പാലിറ്റീസ് ആണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. അവർ തമ്മിൽ എപ്പോഴും പൊളിറ്റിക്കൽ കോൺഫ്ലിക്ട്സ് ആണ്. അവരെ മംഗോൾസും ഉസ്ബെക്കും തിമൂരികളും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിരുന്നു. അതില് ബാബറിനെ രാജ്യം നഷ്ടപ്പെട്ട് ഷെയ്ബാനി ഖാൻ പരാജയപ്പെട്ട് സൗത്തിലോട്ട് വരികയും അഫ്ഗാനിസ്ഥാനിൽ കുറച്ചുനാൾ സെറ്റിൽ ആകുകയും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പതി ഇന്ത്യയിലോട്ട് വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതൊന്ന് വേഗം എഴുതിയെടുക്കണം. ഇതാണ് ഒരു കോൺടെക്സ്റ്റ് എന്നുള്ളത്. ശരി, എന്തുകൊണ്ട് ബാബർ ഇന്ത്യയിലോട്ട് വരുന്നു? ഒന്നാമത്തെ കാര്യം, ലെഗസി ഓഫ് തിമൂർ. തിമൂറിന്റെ ഒരു ലെഗസി. തിമൂർ 1398 ഇന്ത്യ അറ്റാക്ക് ചെയ്യുന്നത്. അദ്ദേഹം ഇന്ത്യയിൽ ഒരു എംപയർ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, പക്ഷെ ഇന്ത്യയിലെ നല്ല രീതിയിൽ ലൂട്ട് ചെയ്തിട്ടുണ്ട്, പൈസ നല്ലോണം അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ടുണ്ട്. ഈ തിമൂർ ഇതിനെ പറ്റിയിട്ട് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ മെമ്മോറീസ് എഴുതിയിട്ടുണ്ട്, ഓർമ്മക്കുറിപ്പുകൾ. ഈ ഓർമ്മക്കുറിപ്പുകളിൽ ഇന്ത്യ എന്ന് പറയുന്നത് വളരെ നല്ലൊരു രാജ്യമാണ്, ആർക്ക് വേണമെങ്കിലും അടിച്ചു മാറ്റാൻ പറ്റുന്ന ഒരു രാജ്യമായിട്ട് എഴുതപ്പെട്ടിട്ടുണ്ട്. അത് വായിച്ചേക്കുന്ന ബാബറിന് അദ്ദേഹത്തിന് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഉണ്ടായ സമയത്ത് നേരെ ഓഡിയോ ബുദ്ധി എന്ന് പറയുന്നത് ഇന്ത്യയിലോട്ട് വരിക എന്നുള്ളതാണ്. അപ്പം അതാണ് ഒന്നാമത്തെ കാര്യം, തിമൂറിന്റെ ഒരു ലെഗസി, അദ്ദേഹത്തിന്റെ ഒരു പാരമ്പര്യം. ബാബർ ഇന്ത്യയിലോട്ട് വരുമ്പം ബാബർ അവകാശപ്പെടുന്ന കാര്യം അത് തന്നെയാണ്. ഇതെന്റെ പിതാവിന്റെ പിതാവിന്റെ ഏതോ ഒരാളുടെ ഭൂമിയാണ്, അപ്പൊ അതുകൊണ്ട് എനിക്കിത് തിരിച്ചു വേണമെന്നാ പറയുന്നത്. എന്റെ രാജ്യമാണെന്ന് പറഞ്ഞ പുള്ളി ഇങ്ങോട്ട് വരുന്നത്. പക്ഷെ തിമൂറിനെ പറ്റിയിട്ട് തന്നെ ഇന്ത്യക്കാർക്ക് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇംപ്രഷൻ ആണ്. അതുകൊണ്ട് ബാബറിനെ ഒട്ടും ആളുകൾ സ്വീകരിക്കുന്നില്ല ഇന്ത്യയിലോട്ട് വരുന്ന സമയത്ത്. രണ്ടാമതായിട്ട്, കാബൂളിൽ ഇദ്ദേഹം നിൽക്കാൻ ഇദ്ദേഹത്തിന് ഒരു പരിധിക്കപ്പുറം പറ്റുന്നില്ല. കാര്യം കാബൂളിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കുറെ ഇഷ്യൂസ് ഉണ്ട്. നമ്മൾ ഈ കാബൂൾ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനൊക്കെ നോക്കിക്കഴിഞ്ഞാലേ അവിടെ ബേസ് ചെയ്തിട്ടുള്ള വലിയ സാമ്രാജ്യങ്ങൾ ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാര്യം റിസോഴ്സ് റിച്ച് അല്ല. റിസോഴ്സ് റിച്ച് അല്ല എന്ന് പറയുമ്പോഴേക്കും ഓയിലൊക്കെ ഉണ്ടാവും കേട്ടോ, പക്ഷെ ഓയിലൊന്നും ആ സമയത്ത് കുഴിച്ചെടുക്കേണ്ട ഒരു സംഭവം വന്നിട്ടില്ലല്ലോ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടന്നിട്ടില്ലല്ലോ. അഗ്രികൾച്ചറിൽ അത്ര ഫെർട്ടൈൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഭൂമിയല്ലത്. കാബൂളിൽ ബേസ്ഡ് ആയിട്ട് ഒരു വലിയ സാമ്രാജ്യം ഉണ്ടാക്കുന്നതിൽ കുറെ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. മൂന്നാമത്, തന്നെ തോൽപ്പിച്ചു വിട്ട് ഷെയ്ബാനി ഖാനെങ്ങാനും വീണ്ടും മടങ്ങി വന്നാലോ എന്നുള്ളൊരു പേടി. ഇയാള് വീണ്ടും വന്നാലോ, അപ്പൊ കുറച്ചും കൂടി സൗത്തിലോട്ട് വന്നാലും പൊളിറ്റിക്കലി കൂടുതൽ സേഫ് ആകാന്നുള്ളൊരു ചിന്തയുണ്ട്. നാല്, ഈ സമയത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന രണ്ട് പുലംകുസ്തികൾ ബാബറിനെ അവിടെ പോയി കാണുന്നുണ്ട്. ഒരാളുടെ പേരാണ് ദൗലത് ഖാൻ ലോധി, മറ്റേ പുള്ളിയുടെ പേരാണ് റാണാ സംഘ. ഒബ്വിയസ് ആണ് എന്തുകൊണ്ടായിരിക്കും പോയിട്ടുണ്ടാവുക. ഇബ്രാഹിം ലോധി റവന്യൂ ചോദിച്ചു, അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാബറിനെ വിളിച്ചെന്ന് വരാം, എന്നിട്ട് കൊടുക്കൂല്ലേ. പിന്നെ റാണാ സംഘ യുദ്ധത്തിൽ പരാജയപ്പെട്ടു, അതിന് പ്രതികാരം ചെയ്യും. റാണാ സംഘ ബാബറിനോട് പറയുന്നത്, നിങ്ങൾ ഇബ്രാഹിം ലോധിനെ വലത്തു നിന്ന് ആക്രമിക്കുന്ന സമയത്ത് ഞാൻ ഇബ്രാഹിം ലോധിനെ ഇടത്തു നിന്ന് ആക്രമിക്കാന്ന് പറഞ്ഞു. ഇവിടെ അടുത്തത് ഫ്രാഗ്മെന്റഡ് കണ്ടീഷൻ ഓഫ് ഇന്ത്യ. അപ്പൊ ബാബർ ഇന്ത്യയിലോട്ട് വരാനായിട്ട് എല്ലാ റീസൺസും ഉണ്ട്. ഇന്ത്യ എന്ന് പറയുന്നത് ഫ്രാഗ്മെന്റഡ് ആണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നത് ഈ രണ്ട് പിണ്ടന്മാരും അദ്ദേഹത്തിന് ചെന്ന് കണ്ടതുകൊണ്ടാണ്. പിന്നെ ഷെയ്ബാനി ഖാൻ അറ്റാക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട്. കാബൂളിൽ ഉണ്ടായ ഫിനാൻഷ്യൽ ഇഷ്യൂസ്, പിന്നെ തൈമൂർ ഇന്ത്യ കീഴടക്കിയിട്ട് അദ്ദേഹത്തിന്റെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് മാറി എന്നുള്ളൊരു അറിവ്, ഇതെല്ലാം കൊണ്ടാണ് ബാബർ ഇന്ത്യയിലോട്ട് വന്നത്. പൊതുവെ നമ്മൾ ബാബറിന് ഇന്ത്യയിലോട്ടുള്ള വരവിനെ പറ്റി പഠിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്നത് ബാബർ വളരെ എളുപ്പത്തിൽ ആ യുദ്ധം ജയിച്ചു എന്നാണ് നമ്മൾ പഠിക്കാറുള്ളതല്ല, നമ്മളെങ്ങനെയാണ് ഓർത്തു വെച്ചിരിക്കുന്നത്. പുറത്തു നിന്ന് വരുന്ന ശക്തനായിട്ടുള്ള രാജാവായിട്ടുള്ള ബാബർ വളരെ എളുപ്പത്തിൽ ഇബ്രാഹിം ലോധിനെ പരാജയപ്പെടുത്തി. പക്ഷെ ആക്ച്വലി ഇത് വളരെ കഠിനമായ ഒരിക്കലും പോരാട്ടമായിരുന്നു. അതായത് വളരെ ശക്തമായിട്ടുള്ള പോരാട്ടമായിരുന്നു. ബാബറിന്റെ സൈന്യം എന്ന് പറയുന്നത് 10,000 ആളുകളാണ്. ഇബ്രാഹിം ലോധിയുടെ സൈന്യം എന്ന് പറയുന്നത് വെറും 1,00,000 ആളുകൾ. അപ്പൊ തന്നെക്കാളും 10 ഇരട്ടി വരുന്ന സൈന്യത്തിനാണ് ഇദ്ദേഹം നേരിടാൻ പോകുന്നത്. അപ്പൊ ഒരു മിലിറ്ററി ന്യൂമറിക്കൽ സ്ട്രെങ്ത് കൊണ്ട് ഒരിക്കലും ബാബറിന് ഇബ്രാഹിം ലോധിയുടെ മേലെ വിജയം നേടാൻ പറ്റില്ല. തന്നെക്കാളും 10 ഇരട്ടി വരുന്ന സൈന്യത്തിന്റെ മേലെ എങ്ങനെ വിജയിക്കാൻ പറ്റുക? നിങ്ങളൊരു ഫുട്ബോൾ മാച്ചിന് പോകും, ഒരു ടീമിന് 10 പേര്, മറ്റേ ടീമിന് 100 പേര്, എങ്ങനെ ജയിക്കാൻ പറ്റുക? അപ്പൊ കോളേജിൽ തന്നെ ഈ ഇലക്ട്രോണിക്സുകാരൊക്കെ മെക്കാനിക്കലുകാരുടെ ഇടയിൽപ്പെട്ട പോലത്തെ ഒരു അവസ്ഥയാണ്. എഞ്ചിനീയർക്കാർ ആരെങ്കിലും ഉണ്ടോ വീട്ടുകാര്? ഈ മെക്കായിരിക്കുമല്ലേടാ. പാവ ഇലക്ട്രോണിക്സുകാരൊക്കെ തല്ലി ചതച്ച് കാണും, വള്ളം പോലുക.
അപ്പം ഇതാണ് ബാബർ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ സൈന്യം വളരെ ചെറുതാണ്. അപ്പൊ ഈ ചെറിയ സൈന്യം കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു യുദ്ധം ജയിക്കാൻ പറ്റില്ല. അപ്പൊ ബാബർ ആദ്യം തീരുമാനിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ഒരിക്കലും വളഞ്ഞിട്ട് ആക്രമിക്കപ്പെടരുത്. നമ്മളിപ്പോ മാസ് സിനിമയിൽ കാണുന്നത് പോലെ ലാലേട്ടന്റെ വിജയുടെ ഒക്കെ സിനിമയിൽ എങ്ങനെയാണ് ഇടിക്കാൻ ഓരോരുത്തരായിട്ടേ വരാറുള്ളൂ. എല്ലാവരും കൂടെ ഒരുമിച്ച് വെട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ചത്തു പോകുമല്ലോ. അപ്പൊ വളഞ്ഞിട്ട് ആക്രമിക്കപ്പെടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. കാര്യം ഓരോ ആളുകൾക്കും 10 ആളുണ്ട് അപ്പുറത്തെ സൈഡിൽ. അപ്പം എൻസർക്കിൾ ചെയ്യപ്പെടരുത് ഒരിക്കലും. എൻസർക്കിൾ ചെയ്യപ്പെട്ടാൽ അപ്പൊ എന്തായാലും യുദ്ധം തീരും. അപ്പൊ ബാബർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എൻസർക്കിൾ ചെയ്യപ്പെടാതിരിക്കാനായിട്ട് ബാബറിന്റെ ആർമി, എവിടെയാണ് ബാബറിന്റെ ആർമി നിൽക്കുന്നതെന്ന് വിചാരിക്കും. ഇതിന്റെ 2 സൈഡിലായിട്ട് ഓരോ സെറ്റപ്പ് ഉണ്ട്. ഒന്ന്, ബാബർ ബാറ്റിൽ ഗ്രൗണ്ട് തെരഞ്ഞെടുക്കുന്ന സമയത്ത് ബാബറിന്റെ സൈന്യത്തിന്റെ ഒരു സൈഡിലായിട്ടാണ് പാനിപ്പറ്റ് ടൗൺ ഉള്ളത്. അങ്ങനെയാണ് ബാബർ ബാറ്റിൽ ഗ്രൗണ്ട് തെരഞ്ഞെടുക്കുന്നത്. അതായത് ടൗണിന്റെ സൈഡിലായിട്ട് ബാബർ വളരെ സ്ട്രാറ്റജിക്കലി ആണ് യുദ്ധഭൂമി തെരഞ്ഞെടുക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. പിന്നെ ഈ സൈഡിൽ അദ്ദേഹം എന്ത് ചെയ്യും? തിരിച്ചു കുഴിക്കും. തിരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടങ്ങ്, വലിയ കുഴി, ഗർത്തം. അപ്പം ഇവിടെ അറ്റാക്ക് ചെയ്യാനും പറ്റില്ല, ഇവിടെ അറ്റാക്ക് ചെയ്യാനും പറ്റില്ല. എൻസർക്കിൾ ചെയ്യപ്പെടില്ല. ചുറ്റപ്പെട്ട് ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിനു വേണ്ടിയിട്ടാണ് ബാബർ എന്ത് ചെയ്യുന്നത്? ബാബറിന്റെ ഗോഞ്ചിക്ക വാവ മൂവ് എടുക്കുന്നത്. ഒരു സൈഡിൽ പാനിപ്പറ്റ് ടൗണ്, മറ്റേ സൈഡിൽ എന്താണ്? പിച്ച്. അപ്പൊ 2 സൈഡിൽ നിന്നുള്ള അറ്റാക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇനി ഫ്രണ്ടിൽ നിന്നും അറ്റാക്ക് ഒഴിവാക്കാൻ വേണ്ടി ബാബർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് കാളവണ്ടികൾ ഇങ്ങനെ കെട്ടുന്നത്. കുറച്ച് കാളവണ്ടികളുണ്ട്, അതിനിങ്ങനെ അടുത്തടുത്ത് കെട്ടി ഒരു മതില് പോലെ ആക്കി വെച്ചു. നമ്മൾ ഈ കോട്ടയൊക്കെ കെട്ടുന്നത് പോലെ. കോട്ട എന്ന് പറഞ്ഞാൽ മതിലാ കെട്ടുക. അതിന് പകരം കാളവണ്ടികളെ ചേർത്ത് നിർത്തി ഒരു ഡിഫൻസീവ് ഫോർമേഷൻ ഉണ്ട്. നിങ്ങൾ ഇബ്രാഹിം ലോധിയുടെ ഒരു അവസ്ഥ ഒന്ന് കാണണേ. സൈന്യമൊക്കെ ഉണ്ട്, പക്ഷെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇവിടെ നിന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല, ഇവിടെ നിന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല, ഇവിടെ ഒന്നും അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യും? അറ്റാക്ക് ചെയ്യാതെ അവിടെ വെറുതെ നിൽക്കുക തൽക്കാലത്തേക്ക്. അതാണ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്. പക്ഷെ ആ സമയത്ത് ഉണ്ടാകുന്ന വേറൊരു ഇൻസിഡന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇബ്രാഹിം ബാബറിന്റെ സൈന്യം ഇങ്ങനെ നിൽക്കുകയാണല്ലോ. ഈ സൈന്യത്തിന്റെ ഏറ്റവും ബാക്കിലായിട്ടാണ് കാവലറിനെ അറേഞ്ച് ചെയ്തേക്കുന്നത്. കുതിരപ്പടയാളികൾ അറേഞ്ച് ചെയ്തേക്കുന്നത് ബാക്കിലായിട്ടാണ്. ഫ്രണ്ടില് കുറച്ച് പീരങ്കികൾ പോലത്തെ സാധനം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് കൊണ്ടുവരാനായിട്ട് തുർക്കിയിലുള്ള 2 ഷാർപ്പ് ഷൂട്ടേഴ്സിൽ ഇറക്കി. നമ്മുടെ രാജാതിരാജയിലും അതേപോലെ തന്നെ സാഗർ അലിയസ്റ്റാക്കിലും കാണുന്ന പോലത്തെ ഷാർപ്പ് ഷൂട്ടേഴ്സ് അല്ല കേട്ടോ. മൊണ്ണന്മാരല്ല, കുറച്ച് കഴിവുള്ള ഷാർപ്പ് ഷൂട്ടേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലിപ്പം ഒരു പീരങ്കി പോലത്തെ ഒരു സാധനം, അതിന്റെ ഉള്ളിൽ ഗൺ പൗഡർ ഇട്ടിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾ ഓർത്ത് നോക്കി ഇബ്രാഹിം ലോധിയുടെ അവസ്ഥ. 2 സൈഡിൽ നിന്നും അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഫ്രണ്ടിൽ നിന്നും അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. മാത്രമല്ല അതിന്റെ ഇടയിൽ കൂടി ഈ സൈക്കോള് വെടിയും വെക്കുന്നുണ്ട്. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ആക്ച്വലി. ശരിക്കും പറഞ്ഞാൽ ഹാൻഡ് സ്പൈഡ് ആണ്. ഇങ്ങനെ എന്താണെന്ന് മനസ്സിലാക്കാതെ വിജൃംഭിച്ച് നിൽക്കുന്ന ഇബ്രാഹിം ലോധിനെ കുതിരപ്പടയാളികള് ഇങ്ങനെ കറങ്ങി വന്നിട്ട് സൈഡിലൂടെ അറ്റാക്ക് ചെയ്തതായിട്ടാണ് കാണാൻ പറ്റും. ഉമ്മാനൊക്കെ എവിടുന്ന് വരുന്നതാ? ഇത് എവിടുന്ന് വന്നു എന്നറിയില്ല. ഇത് അവിടുന്ന് സൈഡിലൂടെ കറങ്ങി വന്ന് അറ്റാക്ക് ചെയ്തു. ഇബ്രാഹിം ലോധി വെറുതെ നിന്നങ്ങ് ചാടി. അതാണ് അവസാനം സംഭവിക്കുന്നത്. അപ്പൊ എത്രമാത്രം മിലിറ്ററി സ്ട്രെങ്ത് ഉണ്ടെന്ന് പറയുന്ന ഒരു കാര്യമില്ല. യുദ്ധം ജയിക്കാനായിട്ട് പറ്റുന്നില്ല. കാര്യം ബാബർ വളരെ കൃത്യമായിട്ടാണ് ഈ യുദ്ധത്തിന് പ്ലാൻ ചെയ്തത്. ഇദ്ദേഹത്തിന്റെ യുദ്ധതന്ത്രം ഒന്ന്, പാനിപ്പറ്റ് ടൗൺ ആൻഡ് ഡിച്ച് ഓൺ എയ്തർ സൈഡ്. അദ്ദേഹത്തിന്റെ യുദ്ധഭൂമി തെരഞ്ഞെടുത്ത സമയത്ത് വളരെ കൃത്യമായി ഒരു സൈഡിൽ പാനിപ്പറ്റ് ടൗണും മറ്റേ സൈഡിൽ ഒരു ഡിച്ചും വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് വളരെ കെയർഫുള്ളി സ്ട്രാറ്റജിക്കലി അദ്ദേഹം ആ യുദ്ധഭൂമി തെരഞ്ഞെടുത്തതാണ്. നമ്മൾ ഈ ക്രിക്കറ്റ് മാച്ച് ഒക്കെ നടക്കുന്ന സമയത്ത് ബാറ്റിംഗ് വേണോ ബൗളിംഗ് വേണോ എന്നൊക്കെ തീരുമാനിക്കില്ലേ? വലിയൊരു തീരുമാനമല്ലേ അത്? അതേപോലത്തെ ഒരു തീരുമാനമായിരുന്നു ഇവിടെ യുദ്ധഭൂമി എവിടെയായിരിക്കണം എന്നുള്ളൊരു തീരുമാനം. അത് ബാബർ വളരെ ആലോചിച്ച് ചെയ്തൊരു തീരുമാനമാണ്. രണ്ടാമത്തത് ഓട്ടോമാൻ റോമി ഡിവൈസ്. അതായത് ആ കാളവണ്ടികളെ ചേർത്ത് നിർത്തിയിട്ട് ഒരു ഡിഫൻസീവ് വാള് ഫോം ചെയ്യുന്ന പരിപാടിയെ വിളിക്കുന്ന പേരാണ് ഓട്ടോമാൻ റോമി ഡിവൈസ്. അടുത്തത് ഓട്ടോമാൻ. ഈ ഓട്ടോമാൻ എംപയർ എന്ന് പറയുന്നത് തുർക്കിയിലുള്ള ഒരു എംപയർ ആണ്. തുർക്കി ഭരിക്കുന്ന എംപയറിന്റെ പേര് ഓട്ടോമാൻസ് എന്നാണ്. അവരാണ് ഈ സമയത്തുള്ള ഇസ്ലാമിക് ഖലീഫ. ഇസ്ലാമിക് കാലിഫേറ്റ് ഓട്ടോമാൻ എംപയറിന്റെയാണ്. ഈ ഓട്ടോമാൻ എംപയറിനെ വേറെ ഏതെങ്കിലും രൂപത്തിൽ കേട്ടിട്ടുണ്ടോ?
കണ്ടതാണ് കേട്ടോ, ഇല്ലാന്ന് പറയല്ലേ. ഇല്ല, ഖിലാഫത്ത് മൂവ്മെന്റിന്റെ സമയത്ത് എന്തുകൊണ്ടാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ കൂടെ ഇന്ത്യയിൽ ഖിലാഫത്ത് മൂവ്മെന്റ് ഉണ്ടാകുന്നത്? ഓട്ടോമൻ എംപയറിന്റെ സുൽത്താനെ ഖലീഫ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് കൊണ്ട് ഇന്ത്യയിലുള്ള മുസ്ലിംസ് പ്രതിഷേധിച്ചതല്ലേ. ഓട്ടോമൻ എംപയർ എന്ന് പറയുന്നത് തുർക്കിയിലുള്ള എംപയറാണ്. ഇനി ഓട്ടോമൻ എംപയറിന്റെ ആ ഭാഗത്ത് നിന്ന് രണ്ട് ഗണ്ണേഴ്സിനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഷാർപ്പ് ഷൂട്ടേഴ്സ്, ഉസ്താദ് അലിയും മുസ്തഫയും. പിന്നെ കുതിരകളെ വളരെ ക്ലേവർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആ ടാക്ടിക്സിന്റെ പേരാണ് തുൽക്കുമാൻ ടാക്ടിക്സ്. തുൽക്കുമാൻ ടാക്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീലിംഗ് അറൌണ്ട് ദി എനിമി ആൻഡ് അറ്റാക്കിംഗ് ഫ്രം ദി സൈഡ്. എനിമിയുടെ ഇങ്ങനെ കറങ്ങി പോയിട്ട് സൈഡിലൂടെ അറ്റാക്ക് ചെയ്യുന്നതിനെയാണ് തുൽക്കുമാൻ ടാക്ടിക്സ് എന്ന് പറയുന്നത്. ഈ ഒരു സ്ട്രാറ്റജിയിലൂടെയാണ് ബാബർ യുദ്ധം ജയിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നത്. ഇനി ഇതിനുശേഷം ബാബർ എന്തൊക്കെയാ ചെയ്യുന്നത്? അപ്പൊ ബാബർ ആദ്യം ഡൽഹി ആക്രമിച്ചിട്ട് ഡൽഹി കീഴടക്കും. ആദ്യം അന്വേഷിച്ചത് എന്താണെന്നറിയോ? ഞാൻ വലത്തുനിന്ന് ആക്രമിക്കുമ്പോൾ ഇടത്തുകൂടി വരാമെന്ന് പറഞ്ഞൊരു ബഹീനുണ്ടായിരുന്നില്ല, അയാൾ വന്നിട്ടില്ല. റാണാ സംഖ്യ. അപ്പൊ റാണാ സംഖ്യയായിട്ടാണ് അടുത്ത യുദ്ധം ഉണ്ടാകുന്നത്. ഞാൻ വേറൊരു ചെറിയൊരു കോമൺ സെൻസിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ ബാബറിനെ ഇവര് വിളിച്ചോണ്ട് വന്നില്ലേ, ദൗലത് ഖാൻ ലോധിയും റാണാ സംഖ്യയും? ഇവർക്ക് ചിന്തിച്ചുകൂടായിരുന്നോ ഇയാൾ വന്നു കഴിഞ്ഞാൽ ഇയാൾ ഇബ്രാഹിം ലോധിനേക്കാൾ വലിയൊരു പണിയായിരിക്കും എന്നുള്ളത്? എന്തിനാ യുവമാരെ അയാളെ വെച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? ഓപ്ഷൻ എ സ്നേഹം കൊണ്ട്, ഓപ്ഷൻ ബി പ്രതികാര വാക്യം കൊണ്ട്, ഓപ്ഷൻ ഡി എനിക്കറിയില്ല, ഉത്തരം പറയേണ്ടി വരും. പറഞ്ഞോ. പോകുന്ന വിചാരിക്കണ്ടേ? കാര്യം ഇയാൾ തിമൂറിന്റെ വംശത്തിൽപ്പെട്ട ആളുകളല്ലേ. ഇവന്മാര് പൊതുവെ സ്വത്തെടുത്ത് പോവുക ചെയ്യുക. ഷെയ്ബാനി കാലാൽ പരാജയപ്പെട്ട് ഒരു ഗതിയില്ലാത്ത ഒരാൾ ബാബർ എന്നുള്ളത് ഇവർക്ക് അറിയില്ലല്ലോ. അപ്പൊ ബാബർ ഇന്ത്യയിൽ വന്നപ്പോഴേക്ക് ഇന്ത്യയിലൊക്കെ നിൽക്കുക ചെയ്യുന്നത്. അതിനെപ്പറ്റി വ്യക്തമായ ബോധമില്ലാത്തത് കൊണ്ട് വിളിച്ചെന്ന് വരുന്നത്. അപ്പം റാണാ സംഘക്കെതിരെയുള്ള യുദ്ധമാണ് പിന്നെ നടക്കാൻ പോകുന്നത്. ഈ റാണാ സംഘക്കെതിരെയുള്ള യുദ്ധത്തിന്റെ കാര്യം നോക്കുമ്പോഴും റാണാ സംഘയുടെ സൈന്യം വളരെ വലുതാണ്. കാര്യം ഇബ്രാഹിം ബാബർ അവിടുന്ന് പരാജയപ്പെട്ട് വന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ സൈന്യമൊക്കെ വളരെ ലിമിറ്റഡ് ആണ്. ഇന്ത്യയിലുള്ള ആളുകളുടെ ന്യൂമറിക്കൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ബാബറിനേക്കാൾ വളരെ കൂടുതലാണ്. മാത്രമല്ല ഇബ്രാഹിം ലോധിയുടെ ബാബറിന്റെ സൈന്യത്തിന് അല്ലെങ്കിൽ ബാബറിന്റെ മിലിറ്ററി ജനറൽസിന് ഈ ഒരു യുദ്ധത്തിന് താല്പര്യമാണ്. പൈസയ്ക്ക് എടുത്ത് നമുക്ക് വേഗം മുക്കാന്നുള്ളൊരു ഇതിലാണ്. ഇവിടെയാണ് ബാബർ എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ എല്ലാ ആളുകളും പഠിക്കുന്നത് പോലെ, മോഡിജി രാമഭദ്രൻ പഠിക്കുന്നത് പോലെ ബാബറിന്റെ റിലീജിയസ് കാർഡ് ഇറക്കുന്നത്. ബാബർ അത്രമാത്രം വലിയൊരു പ്രാക്ടീസിങ് മുസ്ലിം ഒന്നുമല്ല. എന്നും രാത്രി 2 പെഗ് അടിക്കാതെ പുള്ളിക്ക് ഉറങ്ങാൻ പറ്റാത്ത ഒരു മനുഷ്യനായിരുന്നേ. പുള്ളി എന്ത് ചെയ്തു? പുള്ളിയുടെ അനുയായികൾ എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് പുള്ളി ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ പുള്ളി പറയുന്നത്, നമ്മുടെ യുദ്ധം എന്ന് പറയുന്നത് വെറും യുദ്ധമല്ല, അത് ജിഹാദാണെന്ന് പറയുന്നത്. ഒരു ഹോളി വാറാണ്. അതുകൊണ്ട് നമ്മൾ വെറുതെ സ്ഥലങ്ങൾ കീഴടക്കാനോ സ്വത്തെടുക്കാനോ അല്ല, സ്വർഗത്തിൽ പോകണ്ടേ ഗൈസ്, മുറിമാരെയൊക്കെ കിട്ടണ്ടേ എന്ന് പറയുമ്പോഴേക്കും ഞങ്ങൾ റെഡി. ആ ഒരു അടവാണ് പുള്ളി ആദ്യം എടുക്കുന്നത്. രണ്ടാമത്തതെന്ന് പറയുന്നത് പുള്ളിയുടെ വൈൻ ഗ്ലാസ് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് പുള്ളി പറയുന്നുണ്ട്, ഈ യുദ്ധം ജയിക്കുന്നതോട് കൂടിയിട്ട് ഞാൻ ഈ വൈൻ ഗ്ലാസിന്റെ കൈ കൊണ്ട് തൊടില്ല, അതുപോലെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് എറിഞ്ഞ് പൊട്ടിക്കുന്നത്. പിന്നീട് ബാബർ അതോർത്ത് കരഞ്ഞ് മരിച്ചോന്നാണ് കേട്ടത്. ഞാൻ പ്രതിജ്ഞ എടുത്തു പോയി, ഊളന്മാരെല്ലാം കാണുകയും ചെയ്തു. ആ ഒരു മൊമെന്റ് ഓഫ് ഹോളി എന്ന് പറയുന്നത് ഒരു മൊമെന്റിൽ ചെയ്തു പോയതാ. ഫുള്ള് കരിച്ചില്ല. ഇത് വൈകാതെ വെള്ളം അടിക്കാതെയാണെന്ന് തോന്നുന്നു പുള്ളി മരിച്ചു പോയത്. വൈകാതെ 3 കൊല്ലം കഴിഞ്ഞപ്പോ ആള് പറ്റിപ്പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഇതെല്ലാം അദ്ദേഹം റിലീജിയസ് കാർഡ് ഇറക്കിയതാ. അദ്ദേഹത്തിന്റെ റിലീജിയസ് ആയിട്ടുള്ള ഫോളോവേഴ്സിനെ യുദ്ധത്തിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ പറയുന്ന സംഭവം എടുത്തത്. പിന്നെ ഈ ബാറ്റിൽ ഓഫ് കാൻവ എന്ന് പറയുന്ന 1527 ഉണ്ടാകുന്ന യുദ്ധത്തിലും എന്താണ് സെയിം ടെക്നിക് ഒക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. 2 സൈഡിൽ ഡിച്ച് കുഴിക്കുന്നു, ഫ്രണ്ടിൽ ബുള്ളക്കാർസിനെ സ്ട്രിങ് ചെയ്ത് നിർത്തുന്നു, ഇങ്ങനെ സൈഡിൽ നിന്ന് അറ്റാക്സ് ഉണ്ടാക്കുന്നു, ഓട്ടോമൻ ഗണ്ണേഴ്സിനെ കൊണ്ട് ഷൂട്ട് ചെയ്യിപ്പിക്കുന്നു. സെയിം ടെക്നിക്സ്. ഇന്ത്യക്കാർക്ക് ഈ ടെക്നിക്ക് അറിയില്ല. അതുകൊണ്ട് ചെല്ലുക, തോൽക്കുക, പോരുക, ഇതാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. ഈ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് പാട് ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നത് പോലെ ഒന്നും ചെയ്യണ്ട, അങ്ങനെ ചെന്ന് നിന്നാ മതി, ബാക്കി അവര് ചെയ്തോളൂ. അപ്പം ഇനി അതിനുശേഷം ഉണ്ടാകുന്ന യുദ്ധം എന്ന് പറയുന്നത് ചന്തേരി ഭരിക്കുന്ന മേദിനി റാവു എന്ന് പറയുന്ന രാജാവായിട്ടാണ്. അതും ബാബർ ചെയ്യും. മൊത്തത്തിൽ നമ്മുടെ ബാബറിന്റെ ഒരു ഇന്ത്യയുടെ ഒരു പൊളിറ്റിക്കൽ കണ്ടീഷൻ നോക്കിയാൽ, പൊളിറ്റിക്കൽ എക്സ്റ്റെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ബാബർ ഡൽഹി കീഴടക്കുന്നുണ്ട്, രാജസ്ഥാന്റെ കുറച്ച് ഭാഗങ്ങൾ കീഴടക്കുന്നുണ്ട്, കംപ്ലീറ്റ്ലി കയ്യിൽ വെക്കുന്നില്ല, യുടെ കുറച്ച് ഭാഗങ്ങൾ കീഴടക്കുന്നുണ്ട്. പക്ഷെ കാബൂളും അഫ്ഗാനിസ്ഥാനും ബാബറിന്റെ കയ്യിലാണ്. കാരണം അവിടെ നിന്നാണല്ലോ അദ്ദേഹം വരുന്നത്. അവിടെ അദ്ദേഹം ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്.
ബാക്കി സ്ഥലങ്ങളൊന്നും എഫക്റ്റീവ്ലി അദ്ദേഹത്തിന് കാര്യങ്ങൾ കീഴടക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോ ബീഹാർ, അതേപോലെ തന്നെ ബംഗാൾ, ഗുജറാത്ത്, ഈ പറയുന്ന ഏരിയാസ് ഒന്നും അദ്ദേഹത്തിന്റെ കയ്യിൽ കൊണ്ടുവരുന്നില്ല. ഇതാണ് ബാബറിന്റെ ഒരു പൊളിറ്റിക്കൽ ആക്സിഡന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്ത്യയിൽ ഒരു വലിയൊരു എംപയർ ബാബർ ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം കുറച്ചു നാളും കൂടി ജീവിച്ചാലേ ഉണ്ടാക്കിയാലോ. പക്ഷെ അദ്ദേഹം 1530 മരിച്ചുപോയി. സങ്കടം കൊണ്ട് ഹൃദയം പൊട്ടി മരിച്ചു. ഞാൻ പറഞ്ഞത് നല്ലതാണ്. അങ്ങനെയൊന്നുമല്ല. പുള്ളിക്ക് വാർദ്ധക്യ സഹജമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും അല്ല. പക്ഷെ പുള്ളി 12-ാം വയസ്സിൽ രാജാവായതാണ്. അന്ന് തുടങ്ങിയ യുദ്ധമാണ്. യുദ്ധം പുള്ളിനെ വല്ലാതെ തളർത്തിയിരുന്നു. ക്ലിയർ ആണോ? ഇനി ബാബർ ഇന്ത്യയിലോട്ട് വന്നത് കൊണ്ടുണ്ടായ സിഗ്നിഫിക്കൻസ് എന്താണ്? ഒന്നാമത്തത്, ഇന്ത്യയുടെ ഭാഗമായിട്ട് അഫ്ഗാനിസ്ഥാനെ ആഡ് ചെയ്തു. അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗമായി മാറി. അതൊരു വലിയ സിഗ്നിഫിക്കൻസ് ഉള്ള കാര്യമാണോ? അഫ്ഗാനിസ്ഥാനെ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റി എന്നുള്ളത്. അഫ്ഗാനിസ്ഥാനെ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റുകയാണോ മാറ്റാതിരിക്കുന്നതാണോ നല്ലത്? അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റിയ ആളുകൾ നോക്കിക്കഴിഞ്ഞാൽ അശോകൻ ചെയ്തിട്ടുണ്ട്, ഗുപ്ത പീരീഡിൽ ചെയ്തിട്ടുണ്ട്, ടർക്കിഷ് ഇൻവേഷൻ ഉണ്ടാകുന്ന ആ ഒരു സമയത്ത് ചെയ്തിട്ടുണ്ട്. ചില സമയങ്ങളിൽ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറാറുണ്ട്. ഇന്നും RSS ഒരു കൺസെപ്റ്റ് ഉണ്ട്, അഖണ്ഡ് ഭാരത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അഫ്ഗാനിസ്ഥാനെ കീഴടക്കി ഇന്ത്യയുടെ ഭാഗമാക്കണം എന്നാ പറയുന്നത്. എന്ത് ചിന്തിക്കാമല്ലോ, അതിന് പൈസ ഒന്നും കൊടുക്കണ്ട. അപ്പം അങ്ങനെയൊക്കെ ഒരു വിചാരിക്കുന്നൊക്കെ തള്ളുന്നുണ്ട്. എന്തിനീ അഫ്ഗാനിസ്ഥാനെ കീഴടക്കുന്നത്? അതുകൊണ്ടുള്ള ഗുണം എന്താണ് പറഞ്ഞോ? ഓക്കെ, ഇൻവേഷൻസ് എന്തുകൊണ്ട്? ഖൈബർ പാസ് അഫ്ഗാനിസ്ഥാനിലാണ്. അപ്പൊ ഖൈബർ പാസ് ഇന്ത്യയുടെ ഭാഗമായാൽ മാത്രമാണ് പുറത്തുനിന്നുള്ള ഇൻവേഷൻസ് നമുക്ക് തടയാൻ പറ്റും. അതൊന്ന്. അഫ്ഗാനിസ്ഥാന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉണ്ട്. പുറത്തുനിന്നുള്ള ഇൻവേഷൻസിനെ തടയണമെന്നുണ്ടെങ്കിൽ ഇൻവേഡേഴ്സ് കയറി വരുന്ന ആ ഒരു പാസ്, നിങ്ങൾ ഈ പാസിനെ കാണുന്നത് വലിയൊരു മതിലിന്റെ ഇടയിൽ ഒരു ഗേറ്റ് വെച്ചതുപോലെയാണ്. ആ ഗേറ്റ് നമുക്ക് അടച്ചിടണം, അല്ലെങ്കിൽ പുറത്തുനിന്ന് കണ്ടൊക്കെ അവിടെ ഉടനെ കയറി വരും. ഈ ഗേറ്റ് എവിടെയാണോ ഉള്ളത് അത് നമ്മുടെ കയ്യിലാകണ്ടേ, അല്ലാതെ ഗേറ്റ് ശത്രുക്കൾ കൊണ്ട് കൊടുത്തിട്ട് കാര്യമുണ്ടോ? അപ്പൊ അവർക്ക് കയറി വരാൻ എളുപ്പമാവില്ലേ? അപ്പൊ ഖൈബർ പാസിന് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതല്ലാതെയോ വേറൊരു സിഗ്നിഫിക്കൻസ് കൂടി ഉണ്ട്. എക്കണോമിക് സിഗ്നിഫിക്കൻസ് ഇല്ലേ? എക്കണോമിക് സിഗ്നിഫിക്കൻസ് കൂടി ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് ഈ പാസിന്റെ അടുത്തായിട്ടാണ് ഈ കാബൂള്, കാണ്ഡഹാർ ഇതൊക്കെ കിടക്കുന്നത്. ഈ ഖൈബർ പാസിന്റെ ഏതോ അടുത്തായിട്ടാണ്. ഒന്ന്, ഇതിന് നമ്മുടെ കയ്യിൽ വെക്കുന്ന സമയത്ത് പുറത്തുനിന്നുള്ള അറ്റാക്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇതിനെ കൃത്യമായിട്ട് അടച്ചു വെക്കാം. രണ്ട്, എക്കണോമിക് സിഗ്നിഫിക്കൻസ്. ഇത് കയ്യിൽ വെച്ച് കഴിഞ്ഞാലേ ഇന്ത്യയിലോട്ട് ട്രാവലിംഗ് പോസിബിൾ ആണ്, സെൻട്രൽ ഏഷ്യയിലോട്ട് പോസിബിൾ ആണ്, ഈ ഭാഗത്ത് കൂടിയിട്ട് സിൻജിയാങ് വഴി ചൈനയിലോട്ട് പോസിബിൾ ആണ്, ഇറാനിലോട്ട് പോസിബിൾ ആണ്. ഇതൊരു ട്രേഡ് ജംഗ്ഷനായി മാറിയില്ലേ അല്ലേ? ഒരു വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു എക്കണോമിക് ജംഗ്ഷൻ അല്ലേ? സെൻട്രൽ ഏഷ്യയിലോട്ട് പോകാൻ എളുപ്പമാവുന്ന, ഇറാനിലോട്ട് വരാൻ എളുപ്പമാവുന്ന, ചൈനയിലോട്ട് പോകാൻ എളുപ്പമാവുന്ന, ഇന്ത്യയിലോട്ട് പോകാൻ എളുപ്പമാവുന്ന, ഇതിലെല്ലാത്തിനും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സ്ഥലമായി ഇത് മാറുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സിൽക്ക് റോഡൊക്കെ നോക്കിക്കഴിഞ്ഞാല് ഈ ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. നമുക്ക് എക്കണോമിക്കൽ ആയിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഉണ്ട്. അപ്പൊ ഇന്ത്യയുടെ ഭാഗമായിട്ട് അഫ്ഗാനിസ്ഥാൻ ആഡ് ചെയ്യുന്നതിന് രണ്ട് രൂപത്തിലുള്ള ഗുണങ്ങളുണ്ട്. ഒന്ന് സ്ട്രാറ്റജിക് ആയിട്ടുള്ള സിഗ്നിഫിക്കൻസ്, മറ്റേതെന്താ എക്കണോമിക്കൽ ആയിട്ടുള്ള സിഗ്നിഫിക്കൻസ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ബാബർ പുതിയൊരു എംപയർ ഉണ്ടാക്കി. മുഗൾ എംപയർ എന്ന് പറയുന്ന ഒരു എംപയർ അദ്ദേഹം ഉണ്ടാക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. എന്താ ഇദ്ദേഹത്തിന്റെ എംപയറിനെ മുഗൾ എംപയർ എന്ന് വിളിക്കുന്നത്? അദ്ദേഹം ഒരു മംഗോൾ വംശത്തിൽപ്പെട്ട ഒരാളും കൂടിയല്ലേ. മംഗോൾ എന്ന് പറയുന്ന വാക്കിനെ മുഗൾ എന്നുള്ള രൂപത്തിൽ ബ്രിട്ടീഷുകാർ വിളിച്ചത് പിന്നീട് നമ്മൾ കണ്ടിന്യൂ ചെയ്തതാണ്. പിന്നെ അതേപോലെ തന്നെ അദ്ദേഹം ഇന്ത്യയിൽ പുതിയൊരു വാർഫെയറിന്റെ മെത്തേഡ് തുടങ്ങുന്നത്. നമ്മുടെ യുദ്ധതന്ത്രങ്ങൾ എന്ന് പറയുന്നത് ഓരോ കാലഘട്ടത്തിലും പുരോഗമിച്ച് വന്നൊരു സംഭവമാണ്. നമ്മൾ ഇന്ത്യയുടെ ഏറ്റവും തുടക്ക കാലഘട്ടത്തിൽ ഇപ്പോ അലക്സാണ്ടർക്ക് ഇന്ത്യയിലോട്ട് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ മഗധൻ എംപയറിന്റെ ഒക്കെ സമയത്ത് നമ്മൾ എന്തായിരുന്നു, കാലാൾപ്പട പ്ലസ് നമുക്ക് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത് എലിഫൻട്രി ആണ്, ആനപ്പട അല്ലേ?
അലക്സാണ്ടർ വന്ന സമയത്ത് നന്ദാസിന്റെ കയ്യിലുള്ള ആനപ്പടയെ ഓർത്ത് അദ്ദേഹം പേടിച്ചിട്ടുണ്ട്. അപ്പം ആനപ്പടയായിരുന്നു അന്നത്തെ നമ്മുടെ മെയിൻ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ കാവൽറി എപ്പോഴാ മെയിൻ ആയിട്ട് വന്നു തുടങ്ങുന്നത്, അല്ലെങ്കിൽ കാവൽറി ഒരു പ്രോമിനന്റ് ഫോഴ്സ് ആയിട്ട് ഇന്ത്യയിൽ ഏറ്റവും ആദ്യം മാറുന്നത് എപ്പോഴാണ്? ഓ ഉറക്കെ പറയാമോ? കേൾക്കുന്നില്ല, പറയടാ. ഇന്തോ ഗ്രീക്സ് ഒക്കെ വരുന്നതോട് കൂടിയിട്ടാണ്. ഇന്തോ ഗ്രീക്സ് ഇന്ത്യയിലോട്ട് വരുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? സാഡിൽ ആൻഡ് റീൻ എന്ന് പറയുന്ന ഒരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഈ കുതിരയ്ക്ക് കടിഞ്ഞാണും പടച്ചട്ടയൊക്കെ വെച്ചിട്ട് കുതിരയെ കുറെ കൂടി കൺട്രോൾ ചെയ്യുന്ന രൂപത്തിലോട്ട് മാറ്റുന്നതോട് കൂടിയിട്ടാണ് ഇന്ത്യയിൽ കുറച്ചും കൂടി കുതിരപ്പട ഡെവലപ്പ് ആവുന്നത്. കുതിരപ്പട കൂടുതൽ ഡെവലപ്പ് ആവുന്ന സമയം എന്ന് പറയുന്നത് ടർക്കിഷ് ഇൻവേഷൻ നടക്കുന്ന സമയത്താണ്. അവരെല്ലാവരും കുതിരയെ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ആളുകളാണ്. കുതിരയുടെ മേലെ ഇരുന്നിട്ട് മൗണ്ടഡ് ആർച്ചറി എന്ന് പറയുന്ന ഒരു സാധനം അവർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. മൗണ്ടഡ് ആർച്ചറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതിരയുടെ മേലെ ഇരുന്നതിന് അമ്പ് ചെയ്യാൻ പറ്റും. ആ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ മൗണ്ടഡ് ആർച്ചറി എന്ന് പറയുന്നത്. അതായത് കുതിരപ്പടയിൽ വന്ന് വെട്ടി വീഴ്ത്തൽ മാത്രമല്ല, ആർച്ചറിയും പോസിബിൾ ആണ്. പിന്നെ അടുത്തൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് ബാബർ വരുന്ന സമയത്താണ്. ബാബർ വരുന്ന സമയത്ത് കുതിരപ്പടയുണ്ട്, വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന കുതിരപ്പടയുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ക്യാനൻസ്, അതായത് ഈ പീരങ്കി പോലത്തെ സാധനം, ആർട്ടിലറി, ഇതും യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ അന്നത്തെ വലിയൊരു മിലിറ്ററി ടെക്നോളജിയാണ് ബാബർ കൊണ്ടുവരുന്നത്. ഇങ്ങനെയൊന്നും എക്സാമിന് എക്സാക്ട്ലി വരില്ല കേട്ടോ. പക്ഷെ ഈ ഒരു ബോധം നമുക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ പല ചോദ്യങ്ങൾക്കും ആൻസർ എഴുതാൻ എളുപ്പമാവുന്നുള്ളത്. അദ്ദേഹം ഒരു പുതിയ യുദ്ധതന്ത്രം കൊണ്ടുവന്നു, വിച്ച് വാസ് ബേസ്ഡ് ഓൺ എ കോമ്പിനേഷൻ ഓഫ് ആർട്ടിലറി ആൻഡ് കാവൽറി. കാവൽറിയും ആർട്ടിലറിയും കൂടി ചേർത്തിട്ടുള്ള ഒരു പുതിയൊരു സെറ്റപ്പ് അദ്ദേഹം ഇന്ത്യയിൽ കൊണ്ടുവന്നു. അതേപോലെ തന്നെ ഹി റീ എസ്റ്റാബ്ലിഷ്ഡ് ദി പ്രസ്റ്റീജ് ഓഫ് ക്രൗൺ. അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ നിങ്ങൾക്ക് സ്വയം? ക്രൗൺ, ആ സാമ്രാജ്യത്തിന്റെ അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ അല്ലെങ്കിൽ രാജാവിന്റെ ആ പ്രൗഢിയെ, ആ പ്രസ്റ്റീജിനെ അദ്ദേഹം റീ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇതിനു മുന്നേ രാജാവിന് പ്രൗഢി ഉണ്ടായിട്ടില്ലേ? ഈ ലോധി പീരീഡിൽ പ്രൗഢി കുറച്ച് കുറവായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അതൊരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ട്രൈബൽ സെറ്റപ്പ് ആണ്. അപ്പം സുൽത്താൻ ഒരു പരിധിക്കപ്പുറം അധികാരം ഉണ്ടായിരുന്നില്ല. സുൽത്താൻ ഒരു പരിധിക്കപ്പുറം ആരും വരെ വെക്കുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല, മൊത്തത്തിൽ നമ്മൾ ഡൽഹി സുൽത്താനേറ്റിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് രാജാവിനെ അവരൊരു പരിധിക്കപ്പുറം വലിയൊരാളായിട്ട് കാണുന്നുണ്ടായിരുന്നു. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്നത് ഒരു ഡൈനാസ്റ്റി പോലും അല്ല. എത്ര ഡൈനാസ്റ്റിയാണ് ഡൽഹി സുൽത്താനേറ്റ്? 5 ഡൈനാസ്റ്റിയാണ്. മുഗൾസ് എത്ര ഡൈനാസ്റ്റിയാണ്? ഒറ്റ ഡൈനാസ്റ്റിയാണ്. മറ്റേത് ആദ്യം ഇൽബാരീസ് വരുന്നു, പിന്നെ ഖിൽജീസ്, തുഗ്ലക്സ്, സയ്യിദ്, ലോധി, 5 ആളുകൾ വരുന്നുണ്ട്. മുഗൾ എന്ന് പറയുന്നത് ഒറ്റ പരമ്പരയാണ്. ബാബറിന്റെ മോൻ ഹുമയൂണ്, ഹുമയൂണിന്റെ മോൻ അക്ബർ, പിന്നെ ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ്, ബഹദൂർ ഷാ, ജഹാംഗീർ ഷാ, ബഹദൂർ, അങ്ങനെ പോവുകയാണ്. അവസാനം നമ്മുടെ ബഹദൂർ ഷാ സഫർ വരെ 1857 വരെ ഒരൊറ്റ പരമ്പരയാണ് പോകുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുഗൾസിന്റെ ഫാമിലിക്ക് പ്രത്യേകമായ ഒരു കഴിവുണ്ടെന്ന് അവരുടെ കൂട്ടത്തിലുള്ള മണ്ടന്മാര് വിശ്വസിച്ചിരുന്നു. അപ്പം ആ ക്രൗണിന്റെ ഒരു പ്രൗഢിയും പ്രതാപവും വീണ്ടും റീ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അക്ബർ പറയുന്നത് അക്ബറിന് ഫറി ഇസീദി എന്ന് പറയുന്ന ദൈവിക പ്രകാശം ലഭിച്ചു എന്നാ പറയുന്നത്. ദൈവം ഒരു വെളിച്ചാണെങ്കിൽ ആ വെളിച്ചത്തിന്റെ ഒരു ഭാഗം അക്ബറിന് കിട്ടി നമ്മൾ തള്ളി വിട്ടത്. അതൊക്കെ വിശ്വസിക്കുന്ന മണ്ടന്മാരാണ്. മെഡീവൽ പീരീഡ് പോട്ടെ, ഇന്നത്തെ അവസ്ഥയില്ല. ഇനി കൾച്ചർ. ബാബർ ഒരു ബുക്ക് എഴുതിയ ആ ബുക്കിന്റെ പേരാണ് തുസൂക്കി ബാബുരി. ഇതിന് നമ്മൾ ബാബർ നാമ എന്ന് പറയാറുണ്ട്. രണ്ടും സെയിം ബുക്കാണ്. ഇത് ബാബറിന്റെ ഒരു ഓട്ടോബയോഗ്രഫിയാണ്. ബാബറിന്റെ ലൈഫിലുള്ള കാര്യങ്ങൾ, അത് പൊതുവെ മംഗോൾസിനും തിമൂരികൾക്കും മെമ്മോയേഴ്സ് എഴുതുന്ന ഒരു പരിപാടിയുണ്ട്, ഓർമ്മക്കുറിപ്പുകൾ. തിമൂർ എഴുതിയിട്ടുണ്ട്, ബാബറും എഴുതുന്നുണ്ട്. തുസൂക്കി ബാബുരി. ബാബർ ഇന്ത്യയിലോട്ട് വന്നപ്പോൾ ഇന്ത്യയിൽ കണ്ട എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ട് എഴുതുന്നുണ്ട്. ഇന്ത്യയിലുള്ള വൃക്ഷങ്ങൾ, ഇന്ത്യയിലുള്ള ഫ്രൂട്ട്സ്, ഇന്ത്യയിലുള്ള ആളുകൾ. ഇബ്രാഹിം ലോധിനൊക്കെ പറ്റി വളരെ മോശം അഭിപ്രായമായിരുന്നു. യുദ്ധം ചെയ്യാൻ അറിയാത്ത മണ്ടനാണെന്നാവുന്നത് ഇബ്രാഹിം ലോധി. അതുകൊണ്ടാണ് ഞാൻ യുദ്ധം ചെയ്യുന്നത് എപ്പോഴും എഴുതി വെച്ചിരുന്നത്. പക്ഷെ വെറും മെമ്മോയേഴ്സ് മാത്രമായിരുന്നില്ല, വെറും ഒരു ഓട്ടോബയോഗ്രഫി മാത്രമായിരുന്നില്ല. സുസൂക്കി ബാബറി എന്ന് പറയുന്നത് ചാഗ്തായ് ടർക്കിഷ് എന്ന് പറയുന്ന ഭാഷയിൽ എഴുതപ്പെട്ടേക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം കൂടിയാണ്. ആ ഭാഷയിൽ എഴുതപ്പെട്ടേക്കുന്ന ഏറ്റവും നല്ല ബുക്കാണ്, കാവ്യാത്മകമായ ബുക്കാണ്. ഇപ്പോഴും നമ്മൾ ചാഗ്തായ് ടർക്കിഷ് എന്ന് പറയുന്ന ഒരു ഭാഷ പഠിക്കുന്ന സമയത്ത് നമ്മൾ എഴുത്തച്ഛൻ എന്നൊക്കെ പറയുന്നത് പോലെയാണ് അവർ ബാബർ എന്ന് പറയുന്നത്. അദ്ദേഹം വെറും ഒരു യുദ്ധം ചെയ്യുന്ന ഒരാൾ മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് നല്ലൊരു എഴുത്തുകാരും കൂടിയായിരുന്നു. ഇനി ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയണേ, കൺസിഡർ ദി ഫോളോയിങ്. താഴെ തന്നിരിക്കുന്ന 3 കാര്യങ്ങളുണ്ട്.
അതില് ബാബറിന്റെ അറൈവല് കാരണം ഇന്ത്യയിൽ സംഭവിച്ച കാര്യങ്ങൾ ഏതൊക്കെയാണ് അതിന്റെ ശരി എന്ന് പറയണേ. ഒന്ന്, ഇൻട്രൊഡക്ഷൻ ഓഫ് ഗൺ പൗഡർ. ബാബർ ഇന്ത്യയിലോട്ട് വരുന്നതോട് കൂടിയിട്ട് ഗൺ പൗഡർ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടും. തെറ്റാണ്. ഇത് വളരെ ബുദ്ധിപരമായിട്ട് അവർ നമ്മളെ പഠിക്കാൻ ശ്രമിച്ചതാണ്. പോപ്പുലറൈസേഷൻ ആണ്, ഇൻട്രൊഡക്ഷൻ അല്ല. ഓൾറെഡി ഉള്ള ഒരു സാധനത്തിന് കുറെ കൂടി പോപ്പുലർ ആക്കി മാറ്റിയതേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ കംപ്ലീറ്റ്ലി പുതിയതായിട്ട് കൊണ്ടുപോകുന്നതല്ല. നിങ്ങൾ ഓർഡിനൻസിയാലിറ്റി ബുക്ക് ഉണ്ടല്ലോ സതീഷ് ചന്ദ്രനെ, അതിൻ്റെ ഉള്ളിൽ വായിക്കുന്ന സമയത്ത് വളരെ നൈസായിട്ട് പുള്ളി പറയുന്നുണ്ട്, ഓൾദോ ഗൺ പൗഡർ വാസ് നോൺ ടു ഇന്ത്യൻസ്, ഇറ്റ് ബിക്കേം മോർ പോപ്പുലർ ബൈ ദി കമ്മിങ് ഓഫ് പവർ എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്ന സെന്റൻസിൽ നിന്നാണ് ഈ ചോദ്യം എടുത്തേക്കുന്നത്. രണ്ടാമത്തത്, ഇൻട്രൊഡക്ഷൻ ഓഫ് ആർച്ച് ആൻഡ് ഡോം ഇൻ ദ റീജിയൻസ് ആർക്കിടെക്ചർ. ഈ ടൈപ്പ് കൺസ്ട്രക്ഷൻ ഇല്ലേ, ആർച്ച്, ഡോം, ഈ ടൈപ്പ് കൺസ്ട്രക്ഷൻ ഇന്ത്യയിൽ ഏറ്റവും ആദ്യമായിട്ട് തുടങ്ങിയത് ഇവരാണെന്നാണ് പറയുന്നത്. ശരിയാണോ? തെറ്റാണ്. അപ്പൊ എപ്പോഴും ഇന്ത്യയിൽ ആർച്ചും ഡോമും വരുന്നത് ഏഷ്യൻ പീരീഡ് മുതലുണ്ട് കേട്ടോ. ഈവൻ ടർക്സ്, ഡൽഹി സുൽത്താനേറ്റ് പോലും അല്ല തുടങ്ങുന്നത്. നമ്മള് പഴയ റോക്കറ്റ് കേവ്സ് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ എൻട്രൻസ് ആർച്ച് പോലെ ആയിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ബുദ്ധിസ്റ്റ് സ്തൂപ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഡോം പോലെ ആയിരിക്കുന്നത്. ആർച്ചും ഡോമും പണ്ടേ ഉള്ളൊരു സംഭവമാണ്, പക്ഷെ അതിനെ പോപ്പുലറൈസ് ചെയ്തത് പോലെ ഇവരല്ല. ഡൽഹി സുൽത്താനേറ്റ് വരുമ്പോൾ തന്നെ അത് പോപ്പുലറൈസ്ഡ് ആണ്. മൂന്നാമത്തത്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് തിമൂരിദ് ഡൈനാസ്റ്റി. തിമൂരിദ് ഡൈനാസ്റ്റി ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യും. ശരിയാണോ? അവിടെ ഒരു ചോദ്യം, ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാല് നമ്മുടെ കയ്യിലുള്ള ഒരു അറിവുണ്ടല്ലോ, നമ്മുടെ കയ്യിലുള്ള അറിവ്, അതിന് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടത് അത് അതേപോലെ തന്നെ അപ്ലൈ ചെയ്യും. ഈ സെന്റൻസ് ഫാക്ച്വലി ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഈ ബാബർ ഇന്ത്യയിൽ തുടങ്ങിയ എംപയറിന്റെ പേര് മുഗൾ എംപയർ അല്ലെങ്കിൽ മുഗൾ ഡൈനാസ്റ്റി. അപ്പൊ മുഗൾ എന്ന് പറയുന്ന ഒരു പേര് വന്നാല് മാത്രമേ നിങ്ങൾ അത് ശരിയായിട്ട് എടുക്കുള്ളൂ. അത് ഫാക്ച്വലി ശരിയാണോ എന്നാ നോക്കണ്ടേ. ഇത് തിമൂരിദ് ഡൈനാസ്റ്റി അല്ലേ? തൈമൂറിന്റെ പരമ്പരയിൽ പെട്ട ഒരു സംഭവത്തിനെയാണ് നമ്മൾ തിമൂരിദ് ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ബാബർ തൈമൂറിന്റെ പരമ്പരയിൽപ്പെട്ട ഒരാളാണ് അല്ലേ? അപ്പൊ അതിന് നമുക്ക് തിമൂരിദ് ഡൈനാസ്റ്റി എന്ന് വിളിക്കാൻ പറ്റില്ലേ? പിന്നെന്താ പ്രശ്നം? പിന്നെ നിങ്ങൾ അല്ല എന്ന് പറയുന്നത്. ഫാക്ച്വലി അത് ശരിയാ, ഒരു സെന്റൻസ് ഫാക്ച്വലി ശരിയാണോ അല്ലയോ എന്നുള്ളതാണ് നോക്കേണ്ടത്. നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്തും ഒരു പരിധിക്കപ്പുറം നമ്മൾ പറയുന്നത് നമ്മൾ മുറുകെ പഠിക്കരുത്. അത് ഫാക്ച്വലി ശരിയാണോ എന്നുള്ളത് നോക്കണം കേട്ടോ. പലപ്പോഴും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന ഒരു രീതിയിൽ മാത്രമേ നമ്മൾ കാര്യങ്ങളെ അപ്ലൈ ചെയ്യാറുള്ളേ. കഴിഞ്ഞ പ്രാവശ്യം 2021-ലോ 20-ലോ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. മുഗൾ പീരീഡിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റുകൾ ഉണ്ടല്ലോ, സുബ, സർക്കാർ, പർഗാന. ഈ സുബ, സർക്കാർ, പർഗാനയെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാന്നുള്ള പറയുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതിന്റെ ഉത്തരം എല്ലാവർക്കും അറിയാട്ടോ, പക്ഷെ ഒരു 70% ആളുകൾ അത് തെറ്റിച്ചു. അതായത് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന ഓർഡർ സുബ, സർക്കാർ, പർഗാന എന്നാണ്. പക്ഷെ ചോദ്യം അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ്. അപ്പൊ പർഗാന, സർക്കാർ, സുബ എന്നാണ് ഉത്തരം വരേണ്ടത്. പക്ഷെ നമ്മൾ വായിച്ച് നമ്മുടെ മെമ്മറിയിൽ കൃത്യമായിട്ട് വന്നേക്കുന്ന ഒരു സാധനം നമ്മൾ അപ്ലൈ ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മുടെ ഇൻഫർമേഷൻ നമ്മൾ ഈ ചോദ്യം വായിച്ചു നോക്കിയതിന് ശേഷം വളരെ ഫോക്കസ്ഡ് ആയിട്ട് യൂസ് ചെയ്യാണ് വേണ്ടത്. അതല്ലാതെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഇതാ പഠിച്ചത് നമ്മൾ ഇത് തന്നെ അപ്ലൈ ചെയ്യും, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അതൊരു മണ്ടത്തിലാണ് ആക്ച്വലി. അപ്പം ഈ ഒരു ചോദ്യം കുറെ ആളുകളെ തെറ്റാനാ സാധ്യത, ഈ മൂന്നാമത്തെ സെന്റൻസ് എന്ന് പറയുന്നത്. ഈ ഹുമയൂൺ അധികാരത്തിൽ വരുന്ന സമയത്ത് പണ്ട് ഇൽത്തുമിഷ് ഐബക്കിന് ശേഷം അധികാരത്തിൽ വന്നതുപോലെയാണ്. കംപ്ലീറ്റ്ലി കൺസോളിഡേറ്റ് ചെയ്യാതെയാണ് ബാബർ മരിച്ചത്, ഐബക്ക് മരിച്ചതുപോലെ. അതുകൊണ്ട് ആ രാജ്യത്തിന് കംപ്ലീറ്റ്ലി ഒരു ഫൗണ്ടേഷൻ ചെയ്യുക, അതിനൊരു ഊടുഭാവം ഉണ്ടാക്കുക, അതിനെ നല്ല വൃത്തിക്ക് കൊണ്ടുപോവുക. കുറെ പൊളിറ്റിക്കൽ ചലഞ്ചസോട് കൂടിയിട്ടാണ് ഹുമയൂണിന് അധികാരം കിട്ടുന്നത്. അപ്പൊ ഹുമയൂൺ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന്, ഒരു പ്രശ്നം ഞാൻ ഇതിൽ എഴുതിയിട്ടില്ല. ഒരു പ്രശ്നം എന്ന് പറയുന്നത് നോ സ്റ്റേബിൾ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ബാബർ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടില്ല. ശരിക്കും ഇന്ത്യയിൽ ആദ്യമായിട്ട് മുഗൾസിന്റെ കീഴിൽ ഒരു നല്ലൊരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആരുടെ കീഴിലാണ് വരുന്നത്? അക്ബറിന്റെ കീഴില. അക്ബർ വരുമ്പോഴാണ് ഇന്ത്യയിൽ ഒരു നല്ല അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം വരുന്നത്. ബാബറിനെ കൊണ്ടുവരാൻ പറ്റുന്നില്ല, ഹുമയൂണിനെ കൊണ്ടുവരാൻ പറ്റുന്നില്ല.
അപ്പൊ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം കൊണ്ടുവരാതെയാണ് ബാബർ മരിച്ചു പോയിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഈ തിമൂരിദിനൊക്കെ ഇടയിൽ ഇങ്ങനെ ഒരു സംസ്കാരം ഉണ്ട്. എന്താ, രാജാവ് മരിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ അധികാരം മൂത്ത മോനല്ല കൊടുക്കുന്നത്, പാർട്ടീഷൻ ചെയ്യുക. പറയപ്പെടുന്നത് ഹുമയൂണിനെ അധികാരം ഏൽപ്പിച്ചു എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. പക്ഷെ ഹുമയൂണിന്റെ അനിയന്മാരായിട്ടുള്ള ആളുകൾ ഇൻഡിപെൻഡന്റ്ലി അവർക്ക് കിട്ടിയ സ്ഥലങ്ങൾ ഭരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആഗ്രയിലും ലാഹോറിലും കാബൂളിലും 3 അനിയന്മാരുണ്ട്. അവരെ ഹുമയൂൺ കാണുന്നത് ഹുമയൂണിന്റെ ഗവർണർമാരായിട്ടാണെങ്കിലും അവര് ശരിക്കും ഡിഫാക്ടോ റൂളേഴ്സ് ആയിട്ടാണ് അവരെ തന്നെ കണ്ടത്. അപ്പൊ ശരിക്കും പറഞ്ഞാല് എംപയർ ഒരു രൂപത്തിൽ എന്താണ്, പാർട്ടീഷനിങ് നടന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചെറിയ കുഞ്ഞി ഫ്രാഗ്മെന്റ്സ് ആയിട്ട് മാറി. പിന്നെയുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഷേർഷാ സൂരിയുടെ ഒരു പ്രശ്നം. അപ്പൊ 2 ആളുകളാണ് ഉള്ളത്. ഒന്ന് ഷേർഷാ സൂരി, മറ്റേത് ബഹദൂർ ഷാ. 2 ആളുകൾ 2 സൈഡിലായിട്ട് ഭരിക്കുന്നത്. ഇത് ഹുമയൂണിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പൊളിറ്റിക്കൽ ചലഞ്ചാണ്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് ഈ ഗുജറാത്തിൽ നിന്നും ബംഗാളിൽ നിന്നുമാണ് പൊതുവെ എപ്പോഴും ഒരു വലിയ പൊളിറ്റിക്കൽ ചലഞ്ച് ഉണ്ടാകുക. UP ഭരിക്കുന്ന സമയത്ത് ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ചലഞ്ച് മോഡിജി ആയിരുന്നു. ഇപ്പം മോഡിജിക്ക് വലിയൊരു പൊളിറ്റിക്കൽ ചലഞ്ച് ഇവരാണ്, മമതാ ബാനർജിയാണ്. ഇനി ഗുജറാത്തിനാണെങ്കിലും ബംഗാളിലാണെങ്കിലും 2 പ്രത്യേകതയുണ്ട്. ഒന്ന്, ഡൽഹിയിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ മാത്രമുള്ള ഡിസ്റ്റൻസ് ഉണ്ട്, കുറച്ച് ദൂരെയാണ്, ഡിസ്റ്റന്റ് ആണ്. ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ പറ്റും കുറെയൊക്കെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ബംഗാളിലും ഗുജറാത്തിലും ഒരു റീജിയണൽ കൾച്ചർ ഉണ്ട്. ഈ 2 കാരണങ്ങൾ കൊണ്ടും എപ്പോഴും ഡൽഹി ഭരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് 2 വലിയ ചലഞ്ചാണ്. എന്നാൽ ഡൽഹി ഭരിക്കുന്ന ആളുകൾക്ക് ഇതിനെ കണ്ടില്ല എന്ന് അടിക്കാനും പറ്റില്ല. ഇപ്പോഴും അപ്പോഴും അത് തന്നെ. എന്താ മെയിൻ ആയിട്ട് ഈ 2 ഏരിയാസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഗുജറാത്തിന്റെ പ്രത്യേകത എന്താ? പോർട്ട് ഉണ്ട്, പിന്നെ കോട്ടൺ കൾട്ടിവേഷൻ ഒക്കെ ഉണ്ട്, എക്കണോമിക്കലി പ്രോസ്പറസ് ആണ്. ഈ പോർട്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ടിട്ടേ മെയിൻ ആയിട്ട് ഗുജറാത്തിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരൊറ്റ സാധനം ഇറക്കുമതി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താ സാധനം? ഹോഴ്സ്. കാരണം ഇന്ത്യയിൽ നല്ല ഇനം കുതിരകളെ കിട്ടില്ല. അത് നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന്, അല്ല, പേർഷ്യയിൽ നിന്ന് കൊണ്ടുവരണം. അത് ഗുജറാത്തിന്റെ പോർട്ടിലോട്ടാണ് വരുന്നത്. അപ്പൊ എന്തായാലും ഗുജറാത്ത് കീഴടക്കുക എന്നുള്ളത് ഡൽഹി ഭരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത്തത് ഇത് ബംഗാളിലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ മെയിൻ ആയിട്ടുള്ളത്. ഇതിൽ 2 ആളുകളുണ്ട്, ഷേർഷാ സൂരി ഉണ്ട്, അതേപോലെ തന്നെ ബഹദൂർ ഷാ ഉണ്ട്. അപ്പൊ ഇതിന് ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് എന്തൊക്കെയാണ് ഹുമയൂൺ ചെയ്യുന്നത് എന്നുള്ളതാണ്. പിന്നെ അഫ്ഗാനികൾ ഈ ഭാഗത്തുണ്ട്. അഫ്ഗാനികളെ കംപ്ലീറ്റ്ലി ബാബർ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇബ്രാഹിം ലോധിനെ പരാജയപ്പെടുത്തി, റാണ സംഖ്യ പരാജയപ്പെടുത്തി, പക്ഷെ അഫ്ഗാനികളെ മൊത്തത്തിലായിട്ട് പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇതെല്ലാം പൊളിറ്റിക്കൽ ചലഞ്ചാണ്. ബഹദൂർ ഷാ ഗുജറാത്തില്, ഷേർഷാ സൂരി ബംഗാളില് പാർട്ടീഷനിങ് നടത്തു, സ്റ്റേബിൾ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഇല്ല. ഇതിന് വളരെ അടുത്തായിട്ട് അഫ്ഗാനികളുണ്ട്. ഇതില് ഏറ്റവും ഇമ്മീഡിയറ്റ്ലി ഇദ്ദേഹം സോൾവ് ചെയ്യേണ്ട ഇഷ്യൂ ഏതാ? ഏറ്റവും ഇമ്മീഡിയറ്റ്ലി സോൾവ് ചെയ്യേണ്ട ഇഷ്യൂ, നിങ്ങളാണ് രാജാവെന്ന് തൽക്കാലത്തേക്ക് വിചാരിക്കാൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ആദ്യം ആരെയാണ് തോൽപ്പിക്കുക? ഏറ്റവും ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നിയർ ഫ്യൂച്ചറിൽ. രാജാവിന്റെ ബുദ്ധിയുള്ള ആരും പാർട്ടീഷൻ തടയുക, അത് നമുക്ക് മാറ്റിവെക്കാം. പാർട്ടീഷൻ തടയാൻ പറ്റില്ല. ആക്ച്വലി അഫ്ഗാനികളെ തോൽപ്പിക്കുക എന്നുള്ളത് എന്തുകൊണ്ടാ? ഡൽഹിയോട് വളരെ അടുത്തല്ലേ കിടക്കുന്നേ, അത് വലിയൊരു ചലഞ്ചല്ലേ. അതിനെ തോൽപ്പിച്ചിട്ടാണ് കുറച്ചും കൂടി ദൂരെയുള്ള ആളുകൾ തോൽപ്പിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഇതിന് നമ്മളൊരു ഓർഡർ, ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ പവറിന്റെ ഓർഡർ നോക്കിക്കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കൽ പവർ ഉള്ളത്, നല്ല ശക്തി ഉള്ളത് ബഹദൂർ ഷാക്കാണ്. രണ്ടാമത് പവർഫുൾ അല്ല, ഷേർഷാ സൂരിക്കാണ്. രണ്ടാമത് പവർഫുൾ ആയിട്ടുള്ളത് ബഹദൂർ ഷായാണ്. മൂന്നാമത് പവർഫുൾ മാത്രമേ അഫ്ഗാൻസ് ഉള്ളൂ. പക്ഷെ തൊട്ടടുത്ത് കിടക്കുന്നത് കൊണ്ട് ഏറ്റവും ഇമ്മീഡിയറ്റ്ലി ചലഞ്ചിങ് ആയിട്ടുള്ളത് അഫ്ഗാനികളാണ്. രണ്ടാമത് സോൾവ് ചെയ്യേണ്ടത് ഷേർഷാ സൂര്യയുടെ ഇഷ്യൂ ആണ്. മൂന്നാമത് സോൾവ് ചെയ്യേണ്ടത് ബഹദൂർ ഷായുടെ ഇഷ്യൂ ആണ്. ഇങ്ങനെയാണ് ഒരു രാജാവ് ചിന്തിക്കേണ്ടത്. അപ്പൊ ആദ്യം അദ്ദേഹം എന്ത് ചെയ്യുന്നു? അഫ്ഗാനികളെ പരാജയപ്പെടുത്തും. രണ്ടാമതായിട്ട് ഇതാണ് അദ്ദേഹം ആദ്യം ചെയ്യുന്നത്. രണ്ടാമതായിട്ട് അദ്ദേഹം ചെയ്യേണ്ടത് ഷേർഷാ സൂര്യനെ പരാജയപ്പെടുത്തലാണ്. പക്ഷെ പുള്ളി ഷേർഷാ സൂര്യനെ പരാജയപ്പെടുത്താതെ ഷേർഷാ സൂര്യയായിട്ട് ഒരു ഉടമ്പടി സൈൻ ചെയ്യുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതൊരു മണ്ടത്തരാണ്.
പിന്നെ അതിനുശേഷം പോട്ടെ, അതങ്ങനെ ചെയ്ത് ഒഴിവാക്കാന്ന് വിചാരിക്കാം. മൂന്നാമതായിട്ട് അദ്ദേഹം ബഹദൂർ ഷാനെ പരാജയപ്പെടുത്തണമല്ലോ. ഈ രണ്ടാമത് ഇത് ചെയ്തതിനു ശേഷം വളരെ വൈകാതെ തന്നെ അദ്ദേഹം എന്ത് ചെയ്യണം? മൂന്നാമത് ബഹദൂർ ഷാനെ പരാജയപ്പെടുത്തണം. പക്ഷെ ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ അദ്ദേഹം 3 വർഷത്തെ ഗ്യാപ്പ് എടുക്കുന്നുണ്ട്. ആ 3 വർഷം അദ്ദേഹം എന്താ ചെയ്തെന്നുള്ളതിനെ പറ്റിയിട്ട് ഹിസ്റ്റോറിയൻസിന് വലിയ ധാരണയും ഇല്ല കേട്ടോ. അതുകൊണ്ട് ചില ഹിസ്റ്റോറിയൻസ് പറയുന്നത് അദ്ദേഹം കഞ്ചാവിന് അടിമയായിരുന്നു. കഞ്ചാവല്ല, ഓപ്പിയത്തിന് അടിമയായിരുന്നു. ഞാൻ നിങ്ങൾക്ക് റിലേറ്റബിൾ ആകാൻ വേണ്ടിയിട്ട്, റിലേറ്റബിൾ മീൻസ് നമ്മുടെ നാട്ടിലുള്ള സാധനം ആയതുകൊണ്ട് ഓപ്പിയത്തിന് അടിമയായിരുന്നു. സാധാരണ നമ്മള് ഈ പല ലഹരിക്കും അടിമയാകുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അവര് രാത്രി അടിച്ചുറങ്ങിയിട്ട് രാവിലെ എണീറ്റ് പോകാറുണ്ട്. ഇത് 3 കൊല്ലത്തോട്ട് അടിയോടടി എന്തോ ആയിരുന്നു. 3 കൊല്ലം കഴിഞ്ഞിട്ട് ഒന്ന് എണീറ്റത് എന്താണ്? ഈ സമയത്ത് പുള്ളി ആകെ ചെയ്തൊരു കാര്യം എന്താണെന്നറിയോ? ഒരു ടൗൺ ബിൽഡ് ചെയ്തു. ഇത്രയും പൊളിറ്റിക്കൽ ചലഞ്ചസിന്റെ ഇടയിലെ ആ ടൗൺ ബിൽഡ് ചെയ്യാൻ കാണിച്ച ആ ഒരു മനസ്സ് അപ്പൊ നമ്മൾ കാണാതെ പോയിരുന്നു. ദീൻ പല ടൗൺ ബിൽഡ് ചെയ്തു. എന്നിട്ട് കൂളായിട്ട് ഇദ്ദേഹമായിട്ട് യുദ്ധത്തിന് ചെന്നു. യുദ്ധം ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് തീർന്നത്. അപ്പോഴേക്കും ഷേർഷാ സൂരി ഒരു വടവൃക്ഷമായി മാറിയിട്ടുണ്ടായിരുന്നു. വെറുതെ ചെന്ന് നോക്കേണ്ട ആവശ്യമേ വന്നു. ഇതില് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറയും. ഫോർ എക്സാമ്പിൾ ഒരു അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എക്സാമിന് വരുന്നത്. ഒന്ന്, ബാറ്റിൽ ഓഫ് ദാദ്ര 1532 ബാറ്റിൽ ഓഫ് ദാദ്ര എന്ന് പറയുന്ന ഒരു യുദ്ധം ഉണ്ടാകുന്നുണ്ട്. അഫ്ഗാൻസ് ആയിട്ടുള്ള യുദ്ധമാണ്. 1-2 ഫാക്ട്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. അത് മാത്രം എക്സാമിന് വേണ്ടിയിട്ട് നോക്കി വെച്ചാണ്. ബാറ്റിൽ ഓഫ് ദാദ്രയിൽ അഫ്ഗാനികളെ പരാജയപ്പെട്ടു. പിന്നെ ദീൻ പന എന്ന് പറയുന്ന ടൗൺ ബിൽഡ് ചെയ്യും. വെറുതെ ഇരിക്കല്ലേ, ചലഞ്ച് ഒന്നും ഇല്ലല്ലോ. അപ്പം ചില്ലായിട്ട് ഒരു ടൗൺ ഒക്കെ ബിൽഡ് ചെയ്തിരിക്കുക. പിന്നെ ഷേർഷാ സൂരി ആയിട്ടുള്ള 2 ഫേമസ് ആയിട്ടുള്ള യുദ്ധം. ഒന്ന് ബാറ്റിൽ ഓഫ് ചൗസ, മറ്റേത് ബാറ്റിൽ ഓഫ് കനൗജ്. വർഷവും കൂടി ഒന്ന് ഓർത്ത് വെക്കണേ. ക്രോണോളജിക്കൽ ഓർഡർ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരാം. ഇപ്പൊ കുറച്ച് കൊല്ലങ്ങളായിട്ട് ഈ ബാറ്റിൽ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരുന്നില്ല. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസേ ഇല്ല. അതിന്റെ അർത്ഥം ഇനി വരില്ല എന്നല്ല, ഇനി വന്നേക്കാം. അപ്പം ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ബാറ്റിൽ ഓഫ് ദാദ്ര, ദീൻ പന എന്ന് പറയുന്ന ടൗൺ ബിൽഡ് ചെയ്യുന്നു, ബാറ്റിൽ ഓഫ് ചൗസ, ബാറ്റിൽ ഓഫ് കനൗജ്. ഈ ബാറ്റിൽ ഓഫ് കനൗജിലെ ഹുമയൂൺ എങ്ങനെ പരാജയപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഹുമയൂൺ ബാബറിന്റെ തന്ത്രം ഇറക്കി. ഏത്? 2 സൈഡില് ഡിച്ച് കുഴിക്കുക, ഫ്രണ്ടില് കാട്ടിനെ സ്ട്രിങ് ചെയ്ത് നിർത്തുക, എന്നിട്ട് അദ്ദേഹത്തിന്റെ ആർമി ഇവിടെ നിൽക്കുക. ഇവിടെ നമ്മുടെ ഷേർഷാ സൂരിയുടെ സൈറ്റ്. ഇങ്ങനെയായിരുന്നു യുദ്ധം. ഷേർഷാ സൂരി എന്ത് ചെയ്തു? ഈ കാട്ടൊക്കെ പൊളിച്ച് അകത്തോട് നല്ല ഇടിച്ചങ്ങ് കയറി. അങ്ങനെയാണെങ്കിൽ പുറകോട്ട് ഓടിപ്പോകാനുള്ള ഒരു സ്ഥലമെങ്കിലും ഇടണമായിരുന്നല്ലോ. ഇവിടെ ഒരു റിവറായിരുന്നു. ആ റിവറിൽ പോകണം, ഇനി മരിക്കാൻ. കർമാൻസ എന്ന് പറയുന്ന ഒരു റിവറായിരുന്നു, ചാടി മരിക്കുക. അപ്പൊ ബാബർ ചെയ്ത കാര്യങ്ങള് നമ്മളത് എങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോഴേക്കും എളുപ്പമായിട്ട് തോന്നും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രിറ്റും ഡിറ്റർമിനേഷനും സ്ട്രാറ്റജിക് ഇൻസൈറ്റ് ഒക്കെ വേണം. അതല്ലാതെ ഏത് മണ്ടനും പോയിട്ട് അത് ചെയ്തു വെക്കാനൊന്നും പറ്റില്ല. ഷേർഷാ സൂരിനെ പോലെ യുദ്ധം ചെയ്ത് പരിചയമുള്ള ഒരാളുടെ മുന്നിൽ പോയിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നിലയിൽ പൊക്കിയതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ ഹുമയൂണിനെ പറ്റിയിട്ട് ലെയ്ൻ പൂൾ എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഹിസ്റ്റോറിയൻ ഉണ്ട്. പുള്ളി പറഞ്ഞൊരു സെന്റൻസ് ഉണ്ട്, ഹുമയൂൺ ടംബിൾസ് ത്രൂ ഔട്ട് ഹിസ് ലൈഫ് ആൻഡ് ടംബിൾസ് ഔട്ട് ഓഫ് ഇറ്റ് എന്നാ പറഞ്ഞത്. ഹുമയൂൺ ജീവിതകാലം മൊത്തവും ഹുമയൂണിന്റെ കാല് ഇടറുമായിരുന്നു, കാലിടറിയാ മരിച്ചത് എന്നാ പറഞ്ഞത്. ഇദ്ദേഹം മരിച്ചത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ അവസാനം പുള്ളി എല്ലാം കഴിഞ്ഞ് ഒരു നല്ല നിലയിൽ എത്തിയിട്ടോ. നല്ല നിലയിൽ എത്തിയിട്ട് രാത്രി ഒന്ന് ബുക്ക് വായിക്കാൻ മേലെ പോയതാ. സ്റ്റെയർ കേസിൽ നിന്ന് കാലിടറി വീണാ മരിച്ചത്. ഇപ്പൊ ജീവിതകാലം മൊത്തം കാലിടറിലാണ്. എവിടെ യുദ്ധത്തിന് പോയാലും അതൊക്കെ പരാജയപ്പെട്ടു അവസാനം ഒരു നല്ല നിലയിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും കാലിടറി വീണാ മരിക്കുന്നത്. അതാ പറയുന്നത് ഹി ടംബിൾസ് ത്രൂ ഔട്ട് ഹിസ് ലൈഫ് ആൻഡ് ടംബിൾസ് ഔട്ട് ഓഫ് ഇറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ 2 യുദ്ധത്തിന് പരാജയപ്പെട്ടു. ദിക്കക്കളില്ലാതെ പുള്ളി എന്ത് ചെയ്തു? ഇന്ത്യയിൽ നിന്ന് ഒളിച്ചോടിയിട്ട് ഒളിച്ചോടുക എന്ന് പറഞ്ഞാൽ ജീവനും കൊണ്ട് ഓടി. എന്നിട്ട് അദ്ദേഹം കുറെ നാൾ ഇറാനിൽ പോയി നിൽക്കുന്നത്. ഈ സമയത്ത് ഇറാൻ ഭരിക്കുന്നത് ഷാ തമാസ്പ എന്ന് പറയുന്ന ഒരു രാജാവാണ്. അദ്ദേഹത്തിന്റെ അമ്പയറിന്റെ പേരാണ് സഫാവിദ് അമ്പയർ. അവിടെ അദ്ദേഹം 1540 എത്തിയിട്ട് 1555 ആയപ്പോഴും പുള്ളി അവിടെ നിന്ന് പോകുന്നില്ല. കേസ് അവിടെ തന്നെ നിൽക്കുക. അവസാനം പുള്ളി പറഞ്ഞു വിട്ടതാ, പുള്ളിയുടെ സൈന്യത്തിനൊക്കെ കൊടുത്തു പോയി. അങ്ങനെ 15 കൊല്ലം ഇറാനിൽ നിന്നിട്ടാണ് പുള്ളി ഇന്ത്യയിലോട്ട് മടങ്ങി വന്നിട്ട് ഡൽഹി 1555
ക്യാപ്ചർ ചെയ്യുന്നത്. 1555 തന്നെ സ്റ്റെയർകേസിൽ നിന്ന് മരിക്കുകയും ചെയ്യുന്നത്. നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള ജീവിതം. ഇതിലെ എക്സാമിന് വരുമെന്ന് എനിക്ക് തോന്നുന്ന ഒരു പോയിന്റ് ഇതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഫോറിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടിന്യൂസ്ലി എക്സാമിലേക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈ പോയിന്റ് ഉണ്ടല്ലോ, അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് ഇറാനിൽ പോയി അവിടെ 15 കൊല്ലം താമസിച്ചുകൊണ്ടും ആ എംപയറിന്റെ പേര് സഫാവിദ് എംപയർ എന്നാണെന്നും ഉള്ളൊരു കാര്യമില്ലേ, അതെനിക്ക് തോന്നുന്നു എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ഫാക്ട് ആണ്. പണ്ടത്തെ ഒരു ട്രെൻഡിലല്ല, ഇവരുള്ളൊരു 3 കൊല്ലമായിട്ടുള്ള ഒരു ട്രെൻഡ് വെച്ചിട്ട് അത് എക്സാമിന് ചോദിക്കാനുള്ള ഒരു സാധ്യത കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ മുഗൾ എംപയർ എന്ന് പറഞ്ഞ് പഠിക്കുമ്പോൾ നമ്മൾ പറയും ബാബറിന് ശേഷം ഹുമയൂണിന് ശേഷം അക്ബറിന് ശേഷം ജഹാംഗീർ, പിന്നെ ഷാജഹാൻ, പിന്നെ ഔറംഗസീബ് എന്ന് നമ്മൾ പറയാറുണ്ട്. ശരിക്കും ഹുമയൂണിന്റെയും അക്ബറിന്റെയും ഇടയിലുള്ള ഒരു പീരീഡില് ഇന്ത്യ മുഗൾസ് അല്ലാത്ത ഒരാള് ഭരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ഷേർ ഷാ സൂരി. അദ്ദേഹത്തിന്റെ എംപയറിന്റെ പേര് സൂർ എംപയർ എന്നാണ്. അതൊരു അഫ്ഗാൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എംപയർ ആണ്. ഇത് ഒന്ന് അറിയേണ്ട ഒരു കാര്യമാണ്. എക്സാമിന് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് ആണ്. നമ്മൾ പറയുന്നത് പോലെ മുഗൾ എംപയറിൽ കംപ്ലീറ്റ്ലി ഇന്ത്യയിൽ ഒരു കണ്ടിന്യൂറ്റി ഇല്ല. ഇടക്കാലത്ത് എന്ത് ചെയ്യുന്നുണ്ട്, വേറൊരു ടീം ഇടയിൽ കയറി ഭരിക്കുന്നുണ്ട്. അവരാണ് ഷേർഷാ സൂരിയുടെ സുർ എംപയർ. അവർ സെക്കൻഡ് അഫ്ഗാൻ എംപയർ ആണ്. ആദ്യത്തെ അഫ്ഗാൻ എംപയർ എന്ന് പറയുന്നത് ലോധി എംപയർ ആണ്. ഇത് സെക്കൻഡ് അഫ്ഗാൻ എംപയർ ആണ്. ഇതൊന്ന് അറിഞ്ഞു വെക്കുക ഈ ഒരു കാര്യം. ഇനി ഷേർഷാ സൂരിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആണ്. ഇതുവരെയും കാര്യമായിട്ട് ചോദ്യം വന്നിട്ടില്ലെങ്കിലും ശരിക്കും എക്സാമിന് ചോദ്യം വരേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള രൂപത്തിൽ ഷേർഷാ സൂരിക്ക് കുറേയധികം സംഭാവന നൽകാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതിൽ 1-2 കാര്യങ്ങൾ നമുക്ക് നോക്കാമേ. ഇത് എഴുതിയല്ലോ നിങ്ങൾ? എന്താണ് അല്ല, ഇത് ഫുള്ള് ഇടക്കാലത്ത് പുള്ളി വന്നു എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതിയേ. എന്തൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഓക്കെ അല്ലേ? ഷേർഷാ സൂരി മനസ്സിലാക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്ത്യ എന്ന് പറയുന്ന ഒരു അല്ല, ഏതൊരു രാജ്യത്തിന്റെ ആണെങ്കിലും ഒരു പ്രോസ്പെറിറ്റിക്ക് വേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല ട്രേഡാണ്. നല്ല കച്ചവടം നടന്നു കഴിഞ്ഞാല് ഒരു രാജ്യം എക്കണോമിക്കലി പ്രോസ്പറസ് ആവും, പൊളിറ്റിക്കലി പവർഫുൾ ആവും. അങ്ങനെ അദ്ദേഹം വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹം ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് കുറെ റോഡുകൾ നിർമ്മിക്കുക. അപ്പൊ പഞ്ചാബിൽ നിന്ന് ബംഗാളിലോട്ട് ഒരു റോഡ് നിർമ്മിക്കുക. അതേപോലെ തന്നെ ആഗ്രയിൽ നിന്ന് ചിറ്റൂരിലോട്ട് ഒരു റോഡ് നിർമ്മിക്കുക. ലാഹോറിൽ നിന്ന് ബുർഹാൻപൂരിലോട്ട് ഒരു റോഡ് നിർമ്മിക്കുക. ലാഹോർ, ബുർഹാൻപൂർ, പഞ്ചാബ്, ബംഗാള്, ആഗ്ര, ചിറ്റൂർ. എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ റോഡ് നിർമ്മിക്കുന്നത്? റോഡുകൾ ഉണ്ടെങ്കിൽ നല്ല ട്രെയിൻ റൂട്ടുകൾ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നല്ല കച്ചവടം നടക്കും. ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം റോഡുകൾ നിർമ്മിക്കുന്നത്. ഈ പഞ്ചാബ് മുതൽ ബംഗാൾ വരെയുള്ള റോഡാണ് പിന്നീട് ബ്രിട്ടീഷുകാര് ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്ന് പറയുന്ന പേരിൽ വളർത്തിയെടുക്കുന്നത്. അത് ഇന്ന് ഇന്ത്യയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നാഷണൽ ഹൈവേ ഒക്കെ കൂടിയാണ്. ഈ റോഡ് പണിതത് കൊണ്ട് മാത്രം എന്ത് ചെയ്യില്ല, നല്ല രീതിയിൽ കച്ചവടം നടക്കണം ഒന്നും നിർബന്ധമില്ല. അപ്പം ഒന്ന്, ട്രേഡിന് വേണ്ടി അദ്ദേഹം ചെയ്യുന്ന കാര്യം കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്. നല്ല റോഡുകൾ കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്. രണ്ടാമതായിട്ട് അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റോഡ് കൺസ്ട്രക്ട് ചെയ്താൽ മാത്രം പോരാ, റോഡിനുള്ള സേഫ്റ്റി ഉറപ്പാക്കുക. കാര്യം ഇപ്പൊ പഞ്ചാബ് മുതൽ ബംഗളൂരു വരെ ഒരു വലിയ റോഡ് പോകുന്നുണ്ടെങ്കിൽ വളരെ കുഞ്ഞു ഏരിയാസിലൂടെ, റിമോട്ട് ആയിട്ടുള്ള വില്ലേജസിലൂടെയൊക്കെ ആ റോഡ് പാസ് ചെയ്യുന്നുണ്ടാവും. അപ്പം ഡൽഹി ഭരിക്കുന്ന ഷേർഷാ സൂരിക്ക് ഒരിക്കലും ഈ ചെറിയ റിമോട്ട് ഏരിയാസ് നോക്കാൻ പറ്റില്ല.
നമുക്കിതൊരു റോഡായിട്ട് എടുക്കാം, വിച്ച് ഈസ് പാസിംഗ് ഫ്രം പഞ്ചാബ് ടു ബംഗാൾ. ഇത് കുറെ ഗ്രാമങ്ങളിലൂടെയൊക്കെ കയറി പോകുന്നുണ്ടാവും. ഇതെല്ലാം ഓരോരോ ഗ്രാമങ്ങളാണ് വിചാരിക്കാം. ഇങ്ങനെ ഗ്രാമങ്ങളിലോട്ട് കയറി പോകുന്നുണ്ടാവും. ഇന്ത്യയിലുള്ള വില്ലേജിന്റെ ഒരു അവസ്ഥ നോക്കിക്കഴിഞ്ഞാല്, വില്ലേജ് എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള സെറ്റപ്പാണ്. ഓരോ വില്ലേജിലുള്ള ആളുകൾക്കും കൃത്യമായിട്ട് ആരൊക്കെയാണ് അവരെന്നൊക്കെ അറിയാം. ആ വില്ലേജിൽ എല്ലാത്തിനും ഒരു ഹെഡ് ഉണ്ട്. ഹെഡിന്റെ പേരാണ് മുക്കത്തം. കണ്ണൂർ സ്ക്വാഡ് മൂവി കണ്ടായിരുന്നോ? അതിൽ മമ്മൂക്ക ഗ്യാങ്ങായിട്ട് തിക്കിരി വില്ലേജിൽ പോകുന്നില്ലേ? അപ്പൊ ആ ഒരു വില്ലേജിന്റെ ഒരു അവസ്ഥ കണ്ടല്ലോ. ആ വില്ലേജ് എന്ന് പറയുന്നത് വളരെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാം, കോമ്പാക്ട് ആയിട്ടുള്ള ഒരു ക്ലോസ്ഡ് കമ്മ്യൂണിറ്റിയാണ് വില്ലേജ് എന്ന് പറയുന്നത്. ഒരു വില്ലേജിൽ എങ്ങാനും ചെന്ന് പെട്ട് കഴിഞ്ഞാൽ കണ്ണൂർ സ്ക്വാഡിലുള്ള മമ്മൂട്ടിയുടെ അവസ്ഥയായിരിക്കും. അതായത് എന്തും സംഭവിക്കാം, ജീവനോടെ മടങ്ങി വരണമെന്നൊന്നുമില്ല. അപ്പൊ പഞ്ചാബിൽ നിന്ന് ബംഗാളിലോട്ട് ട്രാവൽ ചെയ്യുന്ന ഒരു കച്ചവട സംഘം ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു വില്ലേജസിലൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്തെങ്കിലും രൂപത്തിലുള്ള റോബറിക്ക് വിധേയമാകാനുള്ള സാധ്യത ഉണ്ട്. ഈ റോബറി എങ്ങനെ തടയാൻ പറ്റും? ഷേർഷാ സൂരിക്ക് എല്ലാ സ്ഥലത്തും പോയി നിന്ന് നോക്കാൻ പറ്റില്ലല്ലോ. ഈ വില്ലേജിലൊക്കെ പോയി നോക്കാൻ പറ്റില്ലല്ലോ. കുഞ്ഞു കുഞ്ഞു വില്ലേജിൽ കൂടെ ഒരു രാത്രി സമയത്ത് ഒരു കച്ചവട സംഘം പോകുന്ന സമയത്ത് അതിനെങ്ങനെ മോണിറ്റർ ചെയ്യാൻ പറ്റും? ഒരേ ഒരു വഴി എന്ന് പറയുന്നത് വില്ലേജിനെ കൊണ്ട് നോക്കിപ്പിക്കുക എന്നുള്ളതാണ്. വില്ലേജിന്റെ ഹെഡ് ആയിട്ടുള്ള മുക്കദ്ദമിന് ആ റെസ്പോൺസിബിലിറ്റി കൊടുത്തു. അദ്ദേഹമാണ് ഇതിന്റെ റെസ്പോൺസിബിൾ ഈ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ഇത് ഇദ്ദേഹം ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം ഏറ്റവും താഴെ തട്ടിൽ നിന്ന് വളർന്നു വന്നൊരു പൊളിറ്റിക്കൽ ലീഡറാണ്. ഇദ്ദേഹത്തിന് അറിയാം പൊതുവെ വില്ലേജസിൽ റോബറി ഉണ്ടാവുമ്പോൾ ആ റോബർ നടത്തുന്നത് തന്നെ ഈ മുക്കദ്ദമായി പുള്ളിയുടെ കൂട്ടാളികൾ കൂടി ചേർന്നിട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് മുക്കദ്ദം ഒരിക്കലും റോബർ നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം പുതിയൊരു റോഡ് വെച്ചു. ഈ റോഡിന്റെ സേഫ്റ്റി എന്ന് പറയുന്നതിന്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി മുക്കദ്ദമിനാണ്. മുക്കദ്ദം നിർവഹിച്ചില്ല എന്നുണ്ടെങ്കിൽ മുക്കദ്ദമിനെ തട്ടും. വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു സംഭവമാണെങ്കിൽ പോലും റോഡിന്റെ സേഫ്റ്റി ഉറപ്പാക്കാനായിട്ട് അതുകൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം റോഡ് സേഫ്റ്റി ഉറപ്പാക്കി, അത് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമതായിട്ടുള്ള ഒരു കാര്യം ഇദ്ദേഹം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിൽ സേഫ്റ്റി ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, ആ യാത്ര വളരെ കൺവീനിയന്റ് ആക്കണം. കൺവീനിയന്റ് ആയിട്ടുള്ള സന്തോഷമുള്ളൊരു യാത്രയായിരിക്കണം. അതിന് അദ്ദേഹം ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു റോഡ് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു കച്ചവട സംഘം ഈ റോഡിലൂടെ ഇങ്ങനെ കടന്നു പോകുമായിരിക്കും. ഓരോ 5 കിലോമീറ്റർ കൂടുന്തോറും ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, സരായി എന്ന് പറയുന്ന ഒരു സംഭവം കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. സരായി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റെസ്റ്റ് ഹൗസ് എന്ന് അർത്ഥം. റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇടങ്ങളെയാണ് നമ്മൾ സരായി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഒരു കച്ചവട സംഘം പോകുന്ന സമയത്ത് ഓരോ 5 കിലോമീറ്റർ കൂടുന്തോറും എന്ത് ചെയ്യാം, ഓരോ സരായിൽ വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാം. ഇവർക്ക് വേണമെങ്കിൽ ഈ സരായിൽ റെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഈ സരായിൽ റെസ്റ്റ് ചെയ്യാം. ദൂരയാത്ര ചെയ്യുന്ന കച്ചവടക്കാരാകുമ്പോഴേക്കും അതിനുള്ള ഒരു പ്രൊവിഷൻസ് ഉണ്ടാകണം. അപ്പൊ ഇങ്ങനെ റെസ്റ്റ് തുടങ്ങി. ഈ റെസ്റ്റ് ഹൗസ് മാത്രമല്ല, പതിയെ അദ്ദേഹം എന്ത് ചെയ്തു, ഇതിന്റെ ഒരു സൈഡിലായിട്ട് ഒരു മോസ്ക് നിർമ്മിച്ചു. മോസ്ക് നിർമ്മിക്കുമ്പോഴേക്കും കുറച്ച് സെക്യുലറിസം ഒക്കെ വേണ്ടേ, ഒരു ടെമ്പിളും കൂടെ നിർമ്മിച്ചു. അത് മാത്രം പോരല്ലോ, കിച്ചൺ വേണ്ടേ, തിന്നണ്ടേ, ആരാധിച്ചാൽ മാത്രം മതി. കിച്ചൺ പണിത് കൊടുത്തു. ദൂരയാത്രക്കാരായതുകൊണ്ട് ഇവർക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോസ്റ്റ് ഓഫീസ് പോലത്തെ ഒരു സാധനം കൂടി പണിതു. പോസ്റ്റ് ഓഫീസ് അല്ല ഇപ്പൊ എക്സാക്ട്ലി, പക്ഷെ ലെറ്റർ കൈമാറാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഏർപ്പാടാക്കി. ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇയാള് ഈ റെസ്റ്റ് ഹൗസിൽ വന്നു കഴിഞ്ഞാല് ഇയാൾക്ക് ഇപ്പൊ ഫുഡ് തിന്നാം, പ്രാർത്ഥിക്കാം, ഇയാൾ ഇവിടെ എത്തിയെന്നുള്ളത് വീട്ടിലോട്ട് അറിയിക്കാം. ഇതിനായിട്ട് കുറച്ചു നാൾ ഇവിടെ നിന്നിട്ട് പോയാൽ പോലെ. ഇദ്ദേഹം എന്ത് ചെയ്തു, ചെറുതായിട്ട് ഇവിടെ ഒരു കച്ചവടമൊക്കെ ചെയ്തു തുടങ്ങി. ഒരു ഷോപ്പൊക്കെ ഇട്ട് ചെറിയൊരു മാർക്കറ്റ് പോലായി മാറി. അങ്ങനെ ഈ റെസ്റ്റ് ഹൗസിനെ ചുറ്റിപ്പെട്ട് പല പല ടൗണുകൾ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ടു. ഓർഗാനിക്കലി ടൗണ് പോലെ ആയിട്ട് അത് മാറി. നമ്മൾ പോലും അറിയാതെ ഷാജിയേട്ട അധോലോകമായി എന്ന് പറയുന്നത് പോലെ ഇതെല്ലാം ഒരു അർബൻ ഏരിയ ആയിട്ട് മാറി. ആ അർബൻ ഏരിയയെ വിളിക്കുന്ന പേരാണ് കസ്ബ. നാലാമതായിട്ട് പുള്ളി ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ടാക്സേഷൻ സിസ്റ്റം. ഈ റോഡിലൂടെ ട്രേഡ് ചെയ്യുന്ന ആളുകള് ടാക്സ് അടക്കണ്ടേ. ആ ടാക്സിന് എന്താ വിളിക്കുക,
ട്രേഡായിട്ട് ബന്ധപ്പെട്ട ടാക്സ് എന്താ നമ്മൾ പൊതുവെ വിളിക്കുക? കസ്റ്റംസ് അല്ലേ? കസ്റ്റം ടാക്സ്, കസ്റ്റംസ് ഡ്യൂട്ടി. പ്രത്യേകിച്ച് പുറത്തുനിന്ന് വരുന്ന ആളുകൾ കസ്റ്റംസ് ഡ്യൂട്ടി പേ ചെയ്യുക, ഫോറിനേഴ്സ് ആയിട്ടുള്ള ട്രാവലേഴ്സ്. അപ്പൊ പലപ്പോഴും ഇന്ത്യയിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പല സ്ഥലങ്ങളിലും ചെക്ക് പോസ്റ്റ് ഉണ്ടാവും. ഈ കസ്റ്റംസ് ഡ്യൂട്ടി ഇവിടെ പേ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഇവിടെ പേ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഇവിടെ പേ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഇവിടെ പേ ചെയ്യേണ്ടി വരും. ഇടയ്ക്കിടയ്ക്കായിട്ട് കസ്റ്റംസ് ഡ്യൂട്ടി പേ ചെയ്യേണ്ടി വരും. ഒരു കാസ്കേഡിംഗ് ഓഫ് ടാക്സ് ആയിട്ട് മാറിയില്ലേ? അത് നിർത്താൻ വേണ്ടിയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? വളരെ കൃത്യമായിട്ടുള്ള എൻട്രി പോയിന്റും എക്സിറ്റ് പോയിന്റുകളും ഉണ്ടാക്കിയിട്ട് ആ ഫിക്സ്ഡ് ആയിട്ടുള്ള പോയിന്റ്സിൽ മാത്രമേ അദ്ദേഹം കസ്റ്റംസ് ഡ്യൂട്ടി കളക്ട് ചെയ്യൂ. അപ്പൊ അത് ഒരു പോയിന്റ്. കളക്ഷൻ ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടി ഓൺലി അറ്റ് എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ്സ് അറ്റ് ഫിക്സഡ് പോയിന്റ്. ഫിക്സ്ഡ് ആയിട്ടുള്ള പോയിന്റിൽ എൻട്രിയിലും എക്സിറ്റിലും മാത്രമേ കസ്റ്റംസ് ടാക്സ് കളക്ട് ചെയ്യൂ. ഇങ്ങനെയുള്ള കുറെ സീരീസ് ഓഫ് ഇത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ വരുന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആണ് ഇതെല്ലാം. ട്രേഡിനെ പ്രോസ്പർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം കൊണ്ടുവന്നത്. ട്രേഡിനെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന കാര്യങ്ങൾ. ക്ലിയർ അല്ലേ? എഴുതിയെടുത്തോ? ഇനി നിങ്ങളുടെ റിവിഷൻ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് അലാവുദ്ദീൻ അല്ല, ഷേർഷാ സൂരിയുടെ അഗ്രേറിയൻ റിഫോംസ്. ഈ അഗ്രേറിയൻ റിഫോംസ് എന്ന് പറഞ്ഞാൽ എന്താ? അക്ബറിന്റെ അഗ്രേറിയൻ റിഫോംസ്, ഷേർഷാ സൂരിയുടെ അഗ്രേറിയൻ റിഫോംസ്, അലാവുദ്ദീൻ ഖിൽജിന്റെ അഗ്രേറിയൻ റിഫോംസ്. അഗ്രേറിയൻ റിഫോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ടാക്സേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള റിഫോംസ് ആണ്, അല്ലേ? കാര്യം എന്താ അഗ്രേറിയൻ റിഫോംസ് ടാക്സേഷനായി മാറുന്നത്? അഗ്രികൾച്ചറിൽ നിന്നാണ് മെയിൻ ആയിട്ട് ഇവർ ടാക്സ് കളക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ടാക്സേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള റിഫോംസ് ആണ്. ഇന്ത്യയിലെ മിഡീവൽ പീരീഡിൽ ഏറ്റവും ആദ്യം അലാവുദ്ദീൻ ഖിൽജിയാണ് ടാക്സേഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ കൃത്യമായ ഒരു സിസ്റ്റം കൊണ്ടുവന്നത്. ഞാനത് ക്ലാസ്സിൽ എടുത്തിട്ടില്ല, അത് തീരുന്നില്ല, എടുത്തു. അടിപൊളി. അപ്പൊ പറയണം എന്തൊക്കെയാണ് അലാവുദ്ദീൻ ഖിൽജിന്റെ ടാക്സേഷൻ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടേക്കുന്ന ഫീച്ചേഴ്സ്. റവന്യൂ കളക്ട് ചെയ്യുന്നത് മൊത്തം പ്രൊഡക്ഷന്റെ പകുതിയാണ്. ആദ്യത്തെ പോയിന്റ് ഇതാണ്. അലാവുദ്ദീൻ ഖിൽജി ടാക്സ് കളക്ട് ചെയ്യുന്നത് ഓരോ ഫാർമേഴ്സിന്റെ കയ്യിൽ നിന്നും ഇൻഡിവിജ്വലി ആണ്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു വില്ലേജ് ആണ്, നിങ്ങൾ എല്ലാവരും ഒരു ഫാർമേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാള് ഗ്രാമത്തിന്റെ മൊത്തം റവന്യൂ സുൽത്താനായിട്ടുള്ള എനിക്ക് കളക്ട് ചെയ്ത് തരികയല്ല ചെയ്യുന്നത്. സുൽത്താനായിട്ടുള്ള ഞാൻ നിങ്ങൾ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് റവന്യൂ വാങ്ങുക ചെയ്യുന്നത്. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു പ്രമാണി ബാക്കിയുള്ള എല്ലാവരെയും കളക്ട് ചെയ്ത് തരാന്ന് പറയുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അയാൾ അത് നോക്കും, ഇല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? സുൽത്താനായിട്ടുള്ള ഞാൻ ഓരോ ഫാർമറുടെ കയ്യിൽ നിന്നും റവന്യൂ ഇൻഡിവിജ്വലിയാണ് കളക്ട് ചെയ്യുന്നത്. ഓരോ ഫാർമറും അയാൾ എത്രയാണോ പ്രൊഡക്ഷൻ നടത്തുന്നത് അതിന്റെ ഒരു എമൗണ്ട് സുൽത്താന് കൊടുക്കണം. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റവന്യൂ കളക്ഷൻ ആണ് ഇവിടെ നടത്തുന്നത്, ഗ്രൂപ്പ് ആയിട്ടല്ല, ഒരു വില്ലേജിന്റെ മൊത്തത്തിലായിട്ടല്ല. ഓരോ ഫാർമറും ആ ഫാം ലാൻഡിൽ ഉണ്ടാകുന്ന സാധനങ്ങളുടെ ഒരു ഭാഗം സുൽത്താന്റെ റവന്യൂ ആയിട്ട് കൊടുക്കുക. അപ്പൊ ഇൻഡിവിജ്വലി ആണ് റവന്യൂ കളക്ഷൻ നടത്തുന്നത്. രണ്ടാമത്, ഓരോ ഫാർമറും എത്ര റവന്യൂ കൊടുക്കണ്ടേ? ഇൻഡിവിജ്വലി ആണ്, അത് മനസ്സിലായി. എത്രയാ കൊടുക്കണ്ടേ? 1/2. അതായത് ഓരോ ഫാർമറും ഇൻഡിവിജ്വലി എത്രയാണോ പ്രൊഡക്ഷൻ നടത്തുന്നത്, ടോട്ടൽ പ്രൊഡക്ഷൻ എത്രയാണോ ആ ടോട്ടൽ പ്രൊഡക്ഷന്റെ 50% കൊടുക്കണം. ഇപ്പം 10 കിലോഗ്രാം ആണ് പ്രൊഡക്ഷൻ നടത്തുന്നതെന്നുണ്ടെങ്കിൽ എത്ര കൊടുക്കണം? 5 കിലോഗ്രാം കൊടുക്കണം. ഇനി ടോട്ടൽ പ്രൊഡക്ഷൻ എത്രയാണെന്ന് മനസ്സിലായാൽ മാത്രമാണല്ലോ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, അതിന്റെ 50% എത്രയാണെന്ന് കണ്ടെത്താൻ പറ്റുള്ളൂ. ടോട്ടൽ പ്രൊഡക്ഷൻ എത്രയാണെന്ന് എങ്ങനെ മനസ്സിലാക്കും? ലാൻഡിന്റെ മെഷർമെന്റ് എടുത്തു നോക്കും. മെഷർമെന്റ് ഓഫ് ലാൻഡ്. ലാൻഡ് മെഷർമെന്റ് എടുത്തു കഴിഞ്ഞാല് എത്ര ഭൂമി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് ഏറെക്കുറെ എത്രയാണ് പ്രൊഡക്ഷൻ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റൂലേ? അപ്പൊ രാജാവിന്റെ കയ്യിൽ ഒരു കാൽക്കുലേഷൻ ഉണ്ടാവേ. 1 ഏക്കർ ഭൂമിയിൽ നിന്ന് 10 കിലോഗ്രാം ആണെങ്കിൽ പുള്ളിക്ക് മനസ്സിലാക്കാമല്ലോ 10 ഏക്കർ ആകുമ്പോഴേക്കും 100 കിലോഗ്രാം ആണ്. ആ ഒരു ലോജിക്ക് വെച്ചിട്ടാണ് ലാൻഡിന്റെ മെഷർമെന്റ് എടുത്തിട്ട് ടോട്ടൽ പ്രൊഡക്ഷൻ മനസ്സിലാക്കിയിട്ട് അതിന്റെ 50% വാങ്ങുന്നത്. ഇനി റവന്യൂ വാങ്ങുന്നത് ക്യാഷ് ആയിട്ടാണോ അതോ ഗ്രെയിൻ ആയിട്ടാണോ? രണ്ടായിട്ടും. ക്യാഷ് ആയിട്ടും വാങ്ങുന്നുണ്ട്, ഗ്രെയിൻ ആയിട്ടും വാങ്ങുന്നുണ്ട്. ഞാൻ അലാവുദ്ദീൻ ഖിൽജിന്റെ റിഫോംസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത് വേണ്ട രൂപത്തിലുള്ള റിവിഷൻ നടത്താത്തത് കൊണ്ടാണ്. കാരണം സ്ലൈഡിൽ ഞാൻ ഒരു ഡയഗ്രാം വരച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു.
റിവിഷൻ പോരാ, അതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി അലാവുദ്ദീൻ ഖിൽജി ഇപ്പം ഏതെങ്കിലും ഒരു സമയത്ത് ഫാമിംഗ് ഫെയിലായി, മൺസൂൺ നല്ല രീതിയിൽ വന്നില്ല, അല്ലെങ്കിൽ ഒരു ഫാമിലി സിറ്റുവേഷൻ ഉണ്ടായി, അങ്ങനെയൊക്കെ ആണെങ്കിൽ അലാവുദ്ദീൻ ഖിൽജി ഇളവ് കൊടുക്കും? അയാളുടെ സ്വഭാവം വെച്ചിട്ട് കൊടുക്കില്ല. അലാവുദ്ദീൻ ഖിൽജി ഒരിക്കലും ഇളവൊന്നും കൊടുത്തിട്ടില്ല. അലാവുദ്ദീൻ ഖിൽജിനെ നിനക്ക് നല്ലോണം അറിയില്ല തോന്നുന്നു. ആ തൊടയിൽ നിന്ന് മാംസം വറുത്തെടുത്ത കഥയൊക്കെ ഞാൻ ഈ ക്ലാസ്സിലല്ലേ പറഞ്ഞത്. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ അതുണ്ടായിട്ടുണ്ട്. അതായത് ആർക്കും ഫുഡ് കിട്ടാത്ത സമയത്ത് അദ്ദേഹം PDS സിസ്റ്റമിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും പൊതുവെ റവന്യൂ കളക്ഷൻ വളരെ റിജിഡ് ആണ്. നിങ്ങളുടെ കൃഷി നടക്കാതിരിക്കുകയും ചെയ്യട്ടെ, പക്ഷെ എനിക്ക് കൃത്യമായിട്ട് ടാക്സ് കിട്ടും. ഞാനൊരു സൈക്കോയാണ്. ഇനി ഷെർഷാ സൂരിയുടെ സിസ്റ്റം എന്ന് പറയുന്നത് അലാവുദ്ദീൻ ഖിൽജിയുടെ സിസ്റ്റത്തിന്റെ കുറച്ചുകൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു വെർഷനാണ്. ഇതിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതായിട്ട് കാണാൻ പറ്റില്ല. ഈ സിസ്റ്റത്തിന് പരിഹരിക്കാന്ന് പറയുമ്പോഴേക്കും ഈ സിസ്റ്റത്തിന്റെ പ്രശ്നങ്ങളും ഈ സിസ്റ്റത്തിന്റെ ഗുണവും നിങ്ങൾക്ക് അറിയാൻ പറ്റണം. ഈ സിസ്റ്റത്തിൽ ഏതൊക്കെ കാര്യങ്ങളാണ് നല്ലത്, ഏതൊക്കെ കാര്യങ്ങളാണ് മോശം? ഈ ഇൻഡിവിജ്വലി റവന്യൂ കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് നല്ല കാര്യമാണോ മോശം കാര്യമാണോ? മോയത് ഞാൻ ഇവിടെ കേട്ടല്ലോ, നല്ല കാര്യാട്ടോ. എന്താ അതിന്റെ പ്രശ്നം? നല്ലതല്ലേ അത്? ഓരോ ഫാർമർ അല്ലേ റവന്യൂ കൊടുക്കേണ്ടത്, അല്ലേ? ഇനി 50% എന്ന് പറയുന്നത് നല്ല കാര്യമാണോ? അത് കുറച്ച് കൂടുതലാണ്. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 50% മാറ്റിയിട്ട് 1/3 ആക്കി, അതായത് 33% ആക്കി മാറ്റി. മൂന്നാമത്തത്, ലാൻഡിന്റെ മെഷർമെന്റ് നടത്തുന്നത് വഴി കൃത്യമായിട്ട് നമുക്ക് ടോട്ടൽ പ്രൊഡക്ഷൻ കണക്കാക്കാൻ പറ്റും. ഞാൻ അതിന്റെ ഒരു പ്രശ്നം പറഞ്ഞുതരാമേ. ഇത് ഒരു ഫാം ലാൻഡ് ആണ്. ഇത് 5 ഏക്കർ ആണെന്ന് വിചാരിക്കും. 1-ാമത്തെ ഏക്കർ, 2-ാമത്തെ ഏക്കർ, 3-ാമത്തെ ഏക്കർ, 4-ാമത്തെ ഏക്കർ, 5-ാമത്തെ ഏക്കർ. ഇതില് ഈ 3 ഏക്കറിൽ നല്ലോണം കൃഷി ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് ഒരു മാഷ് ലാൻഡ് ആണ്, ഇത് ഒരു തരിശു ഭൂമിയാണ്. ഈ 2 സ്ഥലത്ത് കൃഷി ചെയ്യാൻ പറ്റില്ല. അലാവുദ്ദീൻ ഖിൽജി എന്താ ചെയ്യുന്നത്? ടോട്ടൽ ലാൻഡിന്റെ മെഷർമെന്റ് നോക്കിയിട്ട് 5 ഏക്കർ ആണെന്ന് മനസ്സിലാക്കിയിട്ട് 1 ഏക്കറിൽ നിന്ന് ഇത്ര ഉത്പാദിപ്പിക്കാമെന്ന് മനസ്സിലാക്കിയിട്ട് 5 ഏക്കറിൽ ഇത്ര ഉത്പാദിപ്പിക്കാമെന്നുള്ളൊരു കണക്കിലെത്തും. പക്ഷെ ഈ 2 സ്ഥലത്ത് കൃഷിയെ നടക്കുന്നില്ലല്ലോ നല്ല രീതിയിൽ. അതും കൂടി കൺസിഡർ ചെയ്യണ്ടേ? അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? ലാൻഡിന്റെ മെഷർമെന്റ് എടുക്കുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ ഒരു ലാൻഡിന്റെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് ലാൻഡ് ബേസ്ഡ് ഓൺ ഫെർട്ടിലിറ്റി. ലാൻഡ് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതും കൂടി നോക്കുന്നുണ്ട്. ഇന്റേണലി ലാൻഡിന്റെ അവസ്ഥ നോക്കുന്നുണ്ട്. എത്രമാത്രം ഫെർട്ടൈൽ സോയിൽ ഉള്ള ലാൻഡ് ഉണ്ട്, എത്രമാത്രം ഫെർട്ടിലിറ്റി ഒട്ടും ഇല്ലാത്ത എത്രമാത്രം സോയിൽ ഉണ്ട്, ഇങ്ങനെ ഗുഡ് ലാൻഡ്, ബാഡ് ലാൻഡ്, ഒരു മിഡിൽ ലാൻഡ്, ഇങ്ങനെ 3 ആക്കി തിരിച്ചിട്ട് അതും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് പുള്ളി ടോട്ടൽ പ്രൊഡക്ഷൻ മനസ്സിലാക്കുന്നത്. അപ്പൊ കുറച്ചും കൂടി അല്ലെ സത്യസന്ധമായ രൂപത്തിലുള്ള പ്രൊഡക്ഷൻ കണ്ടെത്താൻ പറ്റില്ലേ മറ്റേതിനേക്കാളും? അതേപോലെ ഇദ്ദേഹം ക്യാഷും ഗ്രെയിനുമായിട്ട് തന്നെയാണ് കളക്ട് ചെയ്യുന്നത്. പിന്നെ കുറച്ചും കൂടി എന്താക്കി, ഫ്ലെക്സിബിൾ ആക്കി. ഒരു ഫാമിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് റവന്യൂ കുറച്ചു കൊടുക്കുക, ഇതേപോലെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടാണ് ഇദ്ദേഹം കാര്യങ്ങൾ ചെയ്യുന്നത്. അലാവുദ്ദീൻ ഖിൽജിയുടെ റീഫോംസ് പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഏറെക്കുറെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഷെർഷാ സൂരിയുടെ റീഫോംസ് എന്ന് പറയുന്നത്. വലിയ വ്യത്യാസങ്ങളില്ല. ഇത് പഠിക്കുക, അതിന്റെ ഒരു ഇംപ്രൂവൈസ്ഡ് വേർഷൻ ആയിട്ട് ഇതിനെ മനസ്സിലാക്കുക, ഇതിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാം, അതിൽ ഇദ്ദേഹം എങ്ങനെ ബെറ്റർ ആക്കി എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഷെർഷാ സൂരിയുടെ സിസ്റ്റത്തിന്റെ ബെറ്റർ ഫോം ആണ് അക്ബറിന്റെ റീഫോം എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ ഈ ഒരു രൂപത്തിൽ പഠിച്ചു പോയാൽ മതി. വളരെ ടഫായിട്ട് പൊതുവെ കുട്ടികൾ പറയാറുള്ള ഒരു പോർഷനാണ്, പക്ഷെ എളുപ്പത്തിൽ പഠിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളൊരു അഡ്മിനിസ്ട്രേറ്ററിന്റെ ഷൂസിൽ നിന്ന് ചിന്തിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നോക്കാവുന്ന ഒരു പോർഷനാണ്. എഴുതിയെടുത്തോ. ഈ അലാവുദ്ദീൻ ഖിൽജിയുടെ റീഫോം ഓൾറെഡി നിങ്ങൾക്ക് അറിയാം എന്നുള്ളൊരു കോണ്ടെക്സ്റ്റിലാണ് ഞാനിത് പറഞ്ഞത്. ഇത് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് കുറച്ച് ഡിഫിക്കൽട്ട് ആവുമേ. മനസ്സിലായായിരുന്നോ? ഇനി അടുത്തത് അലാവുദ്ദീൻ ഖിൽജിയുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷൻ. നമുക്കറിയാം പൊതുവെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്, നമ്മളൊരു കൺട്രി ആണെങ്കിൽ നമ്മുടെ കൺട്രീനെ പല പല സ്റ്റേറ്റ് ആക്കി മാറ്റും, അല്ലേ? ഇനി ഓരോ സ്റ്റേറ്റിനെയും
പല പല ഡിസ്ട്രിക്റ്റുകളാക്കി മാറ്റും. ഡിസ്ട്രിക്റ്റുകളെ പല പല താലൂക്കാക്കി മാറ്റും. താലൂക്ക് എന്ന് പറയുന്നത് പല പല വില്ലേജസ് ആണ്. നമ്മൾ സ്റ്റേറ്റിനെ, ഡിസ്ട്രിക്റ്റിനെ, താലൂക്കിനെ, വില്ലേജിനെയൊക്കെ വിളിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് എന്നാണ്. അഡ്മിനിസ്ട്രേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു യൂണിറ്റ്. മനസ്സിലായോ? ഇതേപോലത്തെ ഒരു സിസ്റ്റം എല്ലാ കാലഘട്ടത്തിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഡൽഹി സുൽത്താനേറ്റിന്റെ സമയത്ത് എങ്ങനെയാ ഇതേപോലത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്? സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡൽഹി സുൽത്താനേറ്റ് ആണ് ഞാൻ പറയുന്നത്. എന്തായിരുന്നു? ഇനി ഡിസ്ട്രിക്റ്റിൽ എന്താ വിളിക്കുക? ഓ ഷിക്ക്. താലൂക്കിന് പർഗാന. വില്ലേജ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏഷ്യൻ കാലഘട്ടം മുതലുണ്ട്. അതെപ്പോഴും ഇന്ത്യയിൽ ഉണ്ടാവും. അതുകൊണ്ടാണ് അത് ആദ്യം പറഞ്ഞത് നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് വില്ലേജിന് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് ആക്കിയിട്ടാണ് ഫോം ചെയ്യേണ്ടത്. പാർലമെന്റ് ഒന്നും വേണ്ട, വില്ലേജസ് മാത്രം മതി എന്നാണ് ഗാന്ധിയുടെ പണ്ട് പറഞ്ഞത്. ഇനി നമുക്ക് ഷേർഷാ സൂര്യയുടെ നോക്കാമേ. സംഭവമൊക്കെ സെയിം തന്നെയാണ്, പേരിൽ കുറച്ച് വ്യത്യാസം വന്നത് മാത്രമേ ഉള്ളൂ. ഈ ഇത്രയും അദ്ദേഹം വിളിക്കുന്ന പേര് സർക്കാർ എന്നാണ്. പല പല സർക്കാരുകൾ, വലിയ സർക്കാർസിനെ അദ്ദേഹം വിലായത്ത് എന്ന് വിളിക്കുന്നത്. വിലായത്ത് എന്ന് പറയുന്നതും സർക്കാർ എന്ന് പറയുന്നതും സെയിം ആണ്, സ്റ്റേറ്റ് ആണ്. പക്ഷെ വിലായത്ത് എന്ന് പറയുന്നത് കുറച്ചും കൂടി ലാർജ് ആണ്, വലുതാണ്. അതാണ് വ്യത്യാസം. ഷിക്കിൽ അദ്ദേഹം വിളിക്കുന്നത് ഷിക്ക് തന്നെയാണ്. അടിപൊളി. പർഗാന അദ്ദേഹം വിളിക്കുന്നത് പർഗാന തന്നെയാണ്. ഇനി അക്ബറിന്റെ സമയത്തോ? അക്ബറിന്റെ സമയത്ത് സ്റ്റേറ്റിൽ എന്താ വിളിക്കുന്നത്? സർക്കാരിനെ സുബ എന്നാണ്. സുബ. ഷിക്കിൽ എന്താ വിളിക്കുന്നത്? സർക്കാർ എന്നാണ്. പർഗാനയെ പർഗാന എന്നാണ്. ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണേ. ഇങ്ങനെ ചോദ്യം വരുന്നുണ്ട്. മുഗൾ അഡ്മിനിസ്ട്രേഷന്റെ വന്നിരുന്നു, ബാക്കിയുള്ളവരായിട്ട് ബന്ധപ്പെടുത്തി വരാം.